ഇബ്രാഹിം നബിയെ, നിങ്ങൾ 4 പക്ഷികളെ ഒന്ന് പിടിക്കുമോ? 4 പക്ഷികളെ ഒന്ന് വിളിക്കുമോ? ആ 4 പക്ഷികളെ നിങ്ങൾ പിടിച്ചിട്ട് നിങ്ങൾ ആ 4 പക്ഷികളുമായി നിങ്ങൾ മാനസികമായൊന്ന് ഇണങ്ങിച്ചേരുമോ? സഹോദരങ്ങളെ, ഗൗരവത്തോടെ ഈ വിഷയം കേൾക്കണേ. അറബിക്കടലിന്റെ തിരമാലകളുടെ ഓളം തള്ളി വരുന്ന ഈ തിരമാലകളുടെ സുന്ദരമായ കാറ്റുകൊണ്ട് നിങ്ങൾ കുറക്കം വന്നാൽ, പ്രിയപ്പെട്ടവരെ, ജീവിതത്തില്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റാനുള്ള 4 പക്ഷികളുടെ കഥ പറയുകയാണ്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അള്ളാന്റെ ഖുർആൻ പറയുകയാണ്, 4 പക്ഷികളെ നിങ്ങൾ പിടിക്കുക ഇബ്രാഹിം നബിയെ. എന്നിട്ട് ആ പക്ഷികളുമായി നിങ്ങൾ മാനസികമായൊന്ന് പൊരുത്തപ്പെടുക, മാനസികമായിട്ടൊന്ന് ഇണങ്ങിച്ചേരുക. എന്നിട്ടോ നിങ്ങൾ ഒരു ദിവസം ആ 4 പക്ഷികളെയും അറുക്കുക. എന്നിട്ട് അതിന്റെ മാംസമെല്ലാം കൂട്ടിയിട്ട് ഒരുമിച്ച് കൂട്ടുക. എന്നിട്ട് 4 പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടുവെക്കുക. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അല്ലാഹു പറയുകയാണ്, നേരെ പർവ്വതത്തിന്റെ താഴെ വന്നിട്ട് ആ നോക്ക് ഇബ്രാഹിം നബിയെ, ആ പക്ഷികൾ പാറിപ്പറന്ന് നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. സഹോദരങ്ങളെ, ഇബ്രാഹിം നബിയോട് അല്ലാഹു പറഞ്ഞു കൊടുത്തത് എന്താണ്? ആദ്യം 4 പക്ഷികളെ പിടിക്കുക, എന്നിട്ട് അറുക്കാൻ പറഞ്ഞില്ല. ആ 4 പക്ഷികൾ നിങ്ങളുമായിട്ടൊന്ന് ഇണങ്ങിച്ചേരട്ടെ. എന്നിട്ട് ഒരു ദിവസം നിങ്ങൾ ആ പക്ഷികളെ അറുക്കുക. എന്നിട്ട് അതിന്റെ 4 പക്ഷികളുടെ മാംസം ഒന്ന് ഇളക്കി കൂട്ടുക. എന്നിട്ട് 4 പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടുവെക്കുക. ഒരു പക്ഷിയുടെ തല ഈ പർവ്വതത്തിലാണെങ്കിൽ അതിന്റെ ചിറക് മറ്റേ പർവ്വതത്തിലായിരിക്കാം. അറിയാൻ പറ്റില്ല. 4 പക്ഷികളുടെയും ശരീരമെല്ലാം മാംസമെല്ലാം ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. എന്നിട്ട് താഴെ വന്നിട്ട് ആ പക്ഷികളെ വിളിച്ചു നോക്ക്. ആ പക്ഷികള് പാറിപ്പറന്ന് നിങ്ങളുടെ മുമ്പിൽ വരുമെന്ന് അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം 4 പക്ഷികളെ പിടിച്ചു. നിങ്ങളൊന്ന് ശ്രദ്ധിക്കും. ഈ റബ്ബർ ബാൻഡ് വഴന്നു പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഉറക്കം വരും. പക്ഷെ എനിക്ക് അങ്ങനെ അങ്ങോട്ട് നീട്ടിപ്പരത്തി വഴന്നു പറയാൻ പറ്റൂല. കാരണം ഇത് മനസ്സിലാക്കിയിട്ട് പോകണം. അള്ളാഹു ഈ 4 പക്ഷികളെ പിടിച്ചിട്ട് അതിനങ്ങോട്ട് അറുക്കാനല്ല ആദ്യം പറഞ്ഞത്. അള്ളാഹ് പറഞ്ഞത് എന്താണ്? 4 പക്ഷികളെ പിടിച്ചിട്ട് നിങ്ങൾ അതുമായിട്ട് മാനസികമായിട്ടൊന്ന് ഇണക്കം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ സഹോദരിമാരെ കണ്ടിട്ടില്ലേ? ഭർത്താവ് മരിച്ചാലും സഹിക്കും, വലിയ കരച്ചില് വരൂല, കരഞ്ഞാൽ തന്നെ 3 ദിവസം കരയും. പക്ഷേ മുട്ടയിടുന്ന കോഴി ചത്തുപോയാൽ 1 മാസത്തേക്ക് അവർക്ക് സങ്കടമായിരിക്കും. എന്താ കാര്യം? ചില സഹോദരിമാര് ചില ജീവികളുമായിട്ട്, സഹജീവികളുമായിട്ട് നല്ല ഇണക്കത്തിലായിരിക്കും. നമ്മൾ അങ്ങനെ ഉള്ളവരാ. നമ്മളെ പറ്റി പറയുന്നത് നമ്മളൊക്കെ മൃഗങ്ങളുടെ ശത്രുക്കളെന്ന അല്ല. ഒരു ഉസ്താദിനെ കണ്ടാലും തക്ബീർ ഇടണമെന്നില്ല, ഒരു തങ്ങളെ കണ്ടാലും തക്ബീർ ഇടണമെന്നില്ല. പക്ഷേ നീ ഉളുഹിക്ക് നിർത്തിയിരിക്കുന്ന മൃഗത്തെ കണ്ടാൽ തക്ബീർ ചെല്ലണമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ മൃഗങ്ങളോട് കാരുണ്യം കാണിക്കണമെന്ന് പഠിപ്പിച്ച ഒരേ ഒരു മതം ഇസ്ലാം മാത്രമേ ഉള്ളൂ. നീ അറുത്ത് കഴിക്കാൻ പോകുന്ന നിന്റെ മൃഗത്തിന്റെ മുമ്പിൽ വെച്ച് നീ കത്തി പോലും കാണിക്കാൻ പാടില്ല, കത്തി തേക്കാൻ പാടില്ല. അതിന് തിരിച്ചറിവുണ്ടോ ഇല്ലയോ അതൊന്നും പ്രശ്നമല്ല. അതിന്റെ മുമ്പിൽ വെച്ച് നീ അത് ചെയ്യാൻ പാടില്ല. നമ്മുടെ വിഷയം അതല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത്രയേ ഉള്ളൂ. ഈ ഭാഗത്തേക്ക് ഒന്ന് കൊടുക്കാൻ പറ. പരന്ന് കിടക്കുന്നോണ്ട് ഒരു സുമാറ് വരുന്നില്ല. ഒന്ന് റിപ്പീറ്റ് ഓളിയും കൊടുക്കും. റിപ്പീറ്റ് ഓളിയും കൊടുക്കും. ഇതിന്റെ റിപ്പീറ്റ് ഓളിയും കൊടുക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4 പക്ഷികളെ പിടിച്ചിട്ട് മാനസികമായിട്ടൊന്ന് ഇണക്കി ചേർക്കാൻ നമ്മളൊക്കെ ഉളുഹി കൊടുത്തവരാണല്ലോ. ഒന്ന് ചിന്തിക്കുക. നമ്മളിപ്പോ 2 മർഹല അപ്പുറത്തായിരിക്കുന്നത്. നിങ്ങൾ കരയണോ ചിരിക്കണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാനിങ്ങനെ പറയുന്നു, നിങ്ങൾ ദൂരെ ഇങ്ങനെ ഇരിക്കുന്നു. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചോളണം ഇൻഷാ അല്ലാഹ്. ഉളുഹിയ നമ്മൾ കൊടുക്കാറുണ്ടല്ലോ. നമ്മൾ എങ്ങനെ ഉളുഹിയ കൊടുക്കുന്നത്? എങ്ങനെ കൊടുക്കുന്നത്? ദുൽഹിജ്ജ 10-ന്റെ അന്ന് ഉളുഹിയ കൊടുക്കാൻ വേണ്ടിയിട്ട് 7, 6, 5 ഒക്കെ ആകുമ്പോൾ നമ്മൾ ഏതെങ്കിലും അടുത്തുള്ള മാർക്കറ്റിൽ പോകുന്നു, ഒരു മൃഗത്തെ വാങ്ങുന്നു, അത് കൊണ്ടുവന്ന് പള്ളിപ്പറമ്പിലോ വീടിന്റെ ഏതെങ്കിലും ഭാഗത്തോ കെട്ടുന്നു. പെരുന്നാളിന്റെ അന്ന് പകല് നമ്മൾ അതിനെ അറുക്കുന്നു, കുറച്ച് സദക്ക കൊടുക്കുന്നു, ബാക്കിയൊക്കെ നമ്മൾ ഫ്രിഡ്ജിനകത്ത് കൊണ്ടുവെക്കുന്നു. ഇതല്ലേ സംഭവിക്കുന്നത്. എന്നിട്ട് നമ്മൾ പറയും നമ്മൾ ഉളുഹിയ കൊടുത്തു, നമ്മൾ ഉളുഹിയ കൊടുത്തു. എന്നാൽ എന്റെ സഹോദരങ്ങളെ, ആ മൃഗത്തെ നീ അറുത്തിട്ട് ആ മൃഗത്തെ അറുക്കുമ്പോ നിനക്ക് എന്തു വേദനയാണ് വരിക? ഒരു വേദനയും വരില്ല.
എന്നാൽ ഇസ്ലാം പഠിപ്പിച്ചത് ഒരു മൃഗത്തെ, ആ മൃഗത്തെ നീ വാങ്ങി നിന്റെ വീട്ടിൽ നിർത്ത്, നീ അതിനെ കുളിപ്പിക്ക്, നീ അതിനെ തഴുകി തലോട്, അതിന്റെ രോമകൂപങ്ങൾ നിനക്ക് കൂലി കിട്ടുന്ന കാര്യമാണ്. നീ അതിനെ കാണുമ്പോ തക്ബീർ ചൊല്ല്, നീ അതുമായിട്ട് നല്ലതുപോലെ ഒന്ന് ഇണങ്ങിച്ചേര്. എന്നതിന് ശേഷം ദുൽഹിജ്ജ 10 എന്ന് പകലിൽ നീ അതിനെ കിടത്തിയിട്ട് അതിനെ നീ അറുക്കുമ്പോൾ, അത് കൈകാലിട്ട് പിടക്കുമ്പോൾ നിന്റെ ഹൃദയം പിടക്കും. അതിന്റെ രക്തം ഒലിച്ചിറങ്ങുമ്പോ നിന്റെ കണ്ണ് നനയും. എന്നിട്ട് നീ കരളിന്റെ ഭാഗത്ത് നിന്ന് കുറച്ചെടുത്തിട്ട് ബാക്കി മുഴുവനും സ്വതക്കോട്. അതാണ് ഉളുഹി എന്ന് പറയുന്നത്. മാനസികമായിട്ട് നമുക്ക് ആ മൃഗങ്ങളുമായിട്ട് ഒരു അടുപ്പമുണ്ടാകണം. ആ അടുപ്പം നമ്മൾ മാനസികമായിട്ട് മൃഗങ്ങളുമായിട്ട് ഉണ്ടാകുമ്പോഴാണ് ആ മൃഗത്തെ കിടത്തി അറുക്കുമ്പോൾ നമ്മുടെ ഹൃദയം പിടയ്ക്കുന്നത്. അള്ളാഹു നമുക്കതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബ്രാഹിം നബിയോട് അള്ളാഹു പറഞ്ഞു, ആ 4 പക്ഷികളെ പിടിച്ചിട്ട് മാനസികമായിട്ടും നീ ഇണക്കി ചേർക്കുക. ആ 4 പക്ഷികൾ നിങ്ങളുമായിട്ടും നീ ഇണങ്ങി ചേരട്ടെ. ആ 4 പക്ഷികൾ ഇണങ്ങി ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങളെ കണ്ടാൽ വല്ലാതെ സന്തോഷം വരുന്ന പക്ഷികളായി. വെള്ളം കുടിക്കണമെങ്കിൽ നിങ്ങൾ കൊടുക്കണം, തീറ്റ തിന്നണമെങ്കിൽ നിങ്ങൾ കൊടുക്കണം. ആ ഒരവസ്ഥയിലേക്ക് ആ പക്ഷികൾ എത്തുന്ന സമയത്ത് അള്ളാന്റെ ഖുർആൻ പടച്ചതമ്പുരാൻ പരിചയപ്പെടുത്തുകയാണ്. ഇബ്രാഹിം നബിയോട് അള്ളാഹു പറഞ്ഞത്, ആ പക്ഷികളെ അറുത്തിട്ട് ആ പക്ഷികളെ കൊണ്ടുവന്ന് എന്ത് ചെയ്യണമെന്നാണ്. 4 പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടുവച്ചിട്ട് നേരെ താഴെ വന്ന് വിളിക്കുക. ആ പക്ഷികളെല്ലാം പറന്ന് നിങ്ങളുടെ മുമ്പിലെത്തുമെന്നാണ്. സഹോദരങ്ങളെ, ലൈവായിട്ട് കാണിച്ചു കൊടുക്കുകയാ. ഇബ്രാഹിം നബി 4 പക്ഷികളെ പിടിച്ചുവത്രേ, എന്നിട്ടതിനെ ഇണക്കി ചേർത്തുവത്രേ, അറുത്തുവത്രേ, മാംസം കൊണ്ടുവന്നു വെച്ചു. എന്നിട്ട് ആ മൃഗങ്ങളെ, ആ പക്ഷികളെ ഇബ്രാഹിം നബി വിളിച്ചു. ആ പക്ഷികളെല്ലാം പാറി വന്നെന്നാണ്. സഹോദരങ്ങളെ, ചരിത്രം പോട്ടെ, നമ്മുടെ വിശദീകരിക്കേണ്ട സമയമില്ല. നമ്മുടെ വിഷയം അതല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടുവച്ചിരട്ട 4 പക്ഷികളേതെന്നറിയോ? ആ 4 പക്ഷികളെ പറ്റിയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അറുത്ത് മുറിച്ച 4 പക്ഷികളേതെന്നറിയോ? ആ 4 പക്ഷികളുടെ സ്വഭാവം എന്റെ പ്രിയപ്പെട്ടവര്, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അന്തർലീനമായി കിടക്കുകയാണ്. എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ ഉള്ളറകളിൽ അന്തർലീനമായി കിടക്കുകയാണ്. ആ 4 പക്ഷികളെ ഇബ്രാഹിം നബി അറുത്തല്ലോ. ഇബ്രാഹിം നബി അറുത്ത 4 പക്ഷികളേതെന്നറിയോ? പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്. നാല് പക്ഷികളെ പിടിച്ചെടുക്കാൻ പറഞ്ഞ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അറുത്തു. ആ 4 പക്ഷികളേതെന്നറിയോ? ആ 4 പക്ഷികളേതെന്നറിയോ? അർബഅത്തുൻ മീനതു യൂരി തുയ്യറു തൗസുനാദി കുനഗുറാബുൻ നസ്റു. 4 പക്ഷികളേതാണ് ഉലമാക്കളെ പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തേത് താവൂസ് മയിലാണ്, രണ്ടാമത് ഖുറാബുന് കാക്കയാണ്, രണ്ടാമത്തെ ദീകുന് കോഴിയാണ്, മൂന്നാമത്തെ ഖുറാബുന് കാക്കയാണ്, നാലാമത്തെ നസ്റുന് പരുന്താണ്. 4 പക്ഷികളെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ട് മാംസം വെക്കാൻ പുനരുത്ഥാന ദിവസത്തിന്റെ തെളിവിന് വേണ്ടിയിട്ട് ഉയർത്തെഴുന്നേൽപ്പിൽ ലൈവായിട്ട് കാണാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്തെങ്കിൽ സഹോദരങ്ങളെ, ആ 4 പക്ഷികളെ മാനസികമായിട്ട് ഇബ്രാഹിം നബി ഇണക്കി ചേർട്ടെങ്കിൽ അന്ന് നമ്മുടെ ഉപ്പയായ ഇബ്രാഹിം നബി ഇണക്കി ചേർട്ട ആ 4 പക്ഷികളുടെ സ്വഭാവം ഇന്ന് മക്കളിൽ അന്തർലീനമായി കിടക്കുകയാണ്. ഇബ്രാഹിം നബി അറുത്ത് കളഞ്ഞു. സഹോദരങ്ങളെ, മനുഷ്യരായ നമ്മൾ ഇതുവരെ അറുത്തിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ഉപ്പയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മാനസികമായി ഇണക്കി ചേർട്ട ആ 4 പക്ഷികളുടെ സ്വഭാവം ഈ ജീവിതത്തിൽ എനിക്കും നിങ്ങളുടെയും മനസ്സിന്റെ ഉള്ളറകളിൽ അന്തർലീനമായി സ്ഥാനം പിടിച്ചു കിടക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്കൊന്ന് അറുത്ത് മുറിച്ച് കളയണ്ട്. ആ 4 പക്ഷികളെയും അറുത്തു കളയണ്ട്. ആ 4 പക്ഷികളുടെ സ്വഭാവം അറുത്ത് മുറിച്ച് കളയണ്ട്. ഏതാണ് 4 പക്ഷികളൊന്ന് താവൂസാണ്, മയില്, രണ്ടാമത്തെ ദീകുന് കോഴിയാണ്, മൂന്നാമത്തെ ഖുറാബുന് കാക്കയാണ്, നാലാമത്തെ നസ്റുന് പരുന്താണ്. സഹോദരങ്ങളെ, ഏതാണ് സ്വഭാവം എന്നറിയുമോ? ഈ 4 പക്ഷികളുടെ സ്വഭാവം ഏതെന്നറിയുമോ? സഹോദരങ്ങളെ,
ഉലമാക്കള് പഠിപ്പിക്കുകയാണ്, കിബ്റുനു വശഹവാതുനു വഹിർസുനു വൽഉജുബ് ഫാദിഹി അഖ്ലാഖു അസ്ഹാബിൽ കദീബ്. 4 പക്ഷികൾ, ഒന്നാമത്തെ പക്ഷി ഏതാണ്? മയിലാണ്. മയിലിന്റെ സ്വഭാവം ഏതെന്നറിയുമോ സഹോദരങ്ങളെ? കിബ്റു താഊസ്, മയിലിന്റെ അഹങ്കാരം. ഒന്നാമത്തെ പക്ഷി മയിൽ. ആ മയിലിന്റെ സ്വഭാവം അഹങ്കാരമാണ്. ഈ അഹങ്കാരം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളിൽ അന്തർലീനമായി കിടക്കുകയാണ്. അഹങ്കാരം നമ്മളിൽ അന്തർലീനമായി കിടക്കുകയാണ്. ഈ അഹങ്കാരം നമ്മൾ അറുത്ത് മുറിച്ച് കളഞ്ഞിട്ടില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ യാതൊരു സൗഭാഗ്യവും അല്ലാഹു തരില്ല, ഒരു സംശയവുമില്ല. നിങ്ങൾ നോക്ക്, എത്രയോ മുൻഗാമികളായ പലിശക്കാരുണ്ടായിരുന്നു. ആ പലിശക്കാര് നമ്മുടെ മുൻഗാമികളായ ചരിത്രത്തിന്റെ ഇന്നലകളിലെ പലിശ വാങ്ങിയിട്ട് ജീവിതം വല്ലാത്ത ഒരു കോലത്തിലാക്കിയ പലിശക്കാരിൽ ഏതെങ്കിലും ഒരു പലിശക്കാരനെ അള്ളാഹു ഇന്നുവരെ ശേഷിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ചരിത്രത്തിൽ മുൻഗാമികളായ പലിശക്കാരിൽ ഒരുത്തനെ പോലും അള്ളാഹു താല ഇന്നുവരെ ശേഷിപ്പിച്ചിട്ടില്ല. കള്ളുകുടിയന്മാർ എത്രയോ പേരുണ്ടായിരുന്നു. മരിച്ചുപോയാൽ എന്നെ മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ അടക്കം ചെയ്യണമെന്ന് പറഞ്ഞ കള്ളുകുടിയന്മാരുണ്ടായിരുന്നു. എന്നെ ഷാപ്പിനകത്ത് അടക്കണമെന്ന് പറഞ്ഞ കുടിയന്മാരുണ്ടായിരുന്നു. കള്ളൊഴിച്ചു കൊടുക്കുമ്പോൾ ആ കള്ള് കപ്പിൽ നിന്ന്, അതിന്റെ പാത്രത്തിൽ നിന്ന്, പാനപാത്രത്തിൽ നിന്ന് നിറഞ്ഞ് കവിഞ്ഞ് നിലത്ത് വീഴുമ്പോൾ അതെന്റെ ഖബറിലേക്ക് ഇറങ്ങിയിട്ട് എനിക്കൊരു സുഖം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് പാടിയ അറബികൾ ഉണ്ടായിരുന്നു. ആ കള്ളുകുടിയന്മാർ ആരെയും അല്ലാഹു താല ശേഷം വരുന്ന കള്ളുകുടിയന്മാർക്ക് അവശേഷിപ്പിച്ച് കാണിച്ചു കൊടുത്തിട്ടില്ല. എത്രയോ വ്യഭിചാരികൾ ഉണ്ടായിരുന്നു. പ്രായം ഒരുപാട് ചെന്ന ആയിഷയെ പോലുള്ള വ്യഭിചാരികൾ ഉണ്ടായിരുന്നു. അവർ പിൻകാലത്ത് വന്ന ഏതെങ്കിലും ഒരു വ്യഭിചാരിക്ക് വേണ്ടി അള്ളാഹു പാഠമാക്കി മാറ്റി വെച്ചിട്ടില്ല. പക്ഷേ ഒരൊറ്റ തെമ്മാടിത്തരം ചെയ്ത്, ഒരു തെറ്റ് ചെയ്ത് ജീവിതത്തിൽ നശിപ്പിച്ചു കളഞ്ഞ ഒരുത്തന്റെ ശവശരീരം അള്ളാഹു താല യാതൊരു കെമിക്കലും ചേർക്കാതെ, യാതൊരു സ്പിരിറ്റും അടിക്കാതെ, ഏതെങ്കിലും ഒരു പുതിയ രീതിയിലുള്ള ഏതെങ്കിലും ഒരു ശീതീകരിച്ച ഏതെങ്കിലും ഒരു മാറ്റം വരുത്താതെ അല്ലാഹു തആല ഇന്നും ശേഷിപ്പിച്ചിരിക്കുന്ന ഒരു ശരീരം, അതിന്റെ ഉടമ അഹങ്കാരിയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അഹങ്കാരികളെ പടച്ചവൻ വിടൂല. അഹങ്കാരികളെ പടച്ചവൻ തമ്പുരാൻ വിടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്രി. ഒരു അണുമണി തൂക്കമെങ്ങാനും അഹങ്കാരം ഹൃദയത്തിലുള്ളവന് സ്വർഗത്തിൽ പോയില്ലെന്ന് പഠിപ്പിച്ചത് അല്ലാഹുവിന്റെ റസൂലാണ്. അണുമണി തൂക്കമെങ്ങാനും ഹൃദയത്തിൽ അഹങ്കാരമുള്ളവന് സ്വർഗത്തിൽ പോകില്ല എന്ന് പഠിപ്പിച്ചത് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനാണ്. ഇല്ല സഹോദരങ്ങളെ, എങ്ങനെയാണ് സ്വർഗത്തിൽ പോവുക? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ലോക അവസാനം വരെ വരുന്ന മുഴുവൻ മനുഷ്യരില് അഹങ്കാരികൾ ആരുണ്ടോ, അഹങ്കരിച്ചവരാരുണ്ടോ, അല്പമെങ്കിലും ഹൃദയത്തിന്റെ ഉള്ളറകളിൽ അഹങ്കാരം അന്തർലീനമായവന് അല്ലാഹുവിന്റെ സ്വർഗം നിഷിദ്ധമാണ് എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, നമ്മൾ ചിന്തിച്ചതുപോലെ എല്ലാ അഹങ്കാരികളുടെ ലക്ഷണങ്ങള് അല്ലാഹുവിന്റെ റസൂൽ പ്രസംഗിക്കുമ്പോൾ മുന്നിൽ വന്നിരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അഹങ്കാരം എന്ന് പറയുമ്പോ ഒരാള് നല്ല വസ്ത്രം ധരിക്കുന്നതാണോ അഹങ്കാരം? നല്ല വീട് വെക്കുന്നതാണോ അഹങ്കാരം? നല്ല വണ്ടി എടുക്കുന്നതാണോ അഹങ്കാരം? നല്ല പാദരക്ഷ ധരിക്കുന്നതാണോ അഹങ്കാരം? നല്ല രീതിയിൽ ജീവിക്കുന്നതാണോ അഹങ്കാരമെന്ന് ചോദിക്കുമ്പോൾ ആദരവായ പ്രവാചകനെ പറഞ്ഞു, അല്ല, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാ, ഇന്നല്ലാഹ ത്വയ്യിബുൻ യുഹിബ്ബു ത്വയ്യിബാ, ഇന്നല്ലാഹ നളീഫുൻ യുഹിബ്ബുൻ നളാഫ. അല്ലാഹു അഴകുള്ളവനാണ്, അവന് വൃത്തിയുള്ളവനാണ്, അവന് പരിശുദ്ധനാണ്, അതിനെയൊക്കെ അല്ലാഹ് ഇഷ്ടപ്പെടുകയാണ്. അഹങ്കാരം എന്ന് പറയുമ്പോൾ നല്ല വീട് വെക്കലല്ല, നല്ല വണ്ടി എടുക്കലല്ല, നല്ല വസ്ത്രം ധരിക്കലല്ല, അതൊന്നും അഹങ്കാരത്തിന്റെ ലക്ഷണമല്ല. ഇന്നൊരാളൊരു വലിയ വീട് വെച്ചു പോയാ നമ്മൾ പറയും അവൻ അഹങ്കാരമായി പോയി. ഒരു നല്ല വണ്ടി എടുത്താൽ പറയും അവന് അഹങ്കാരമായി പോയി. ഒരു നല്ല വസ്ത്രം ധരിച്ചു നടന്നാൽ പറയും അവന് അഹങ്കാരിയാണ്. സഹോദരങ്ങളെ, നമുക്ക് അതിനെപ്പറ്റി വിവരമില്ലാത്തതിന്റെ പേരിലാണ് അഹങ്കാരം എന്തെന്നറിയുമോ? ആദരവായ പ്രവാചകന് പറയുകയാണ്, ബത്റുൽ ഹഖി വ ഗമുത്തുന്നാസ്.
സത്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ മൂടി വെക്കുന്നവനാ അഹങ്കാരിയെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ ചിന്തിക്കണേ, അഹങ്കാരികളെ ലോകത്തുള്ള ഒരു മനുഷ്യനും ഇഷ്ടപ്പെടൂല. കള്ളുകുടിയനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, വ്യഭിചാരി ഇഷ്ടപ്പെടുന്നവരുണ്ട്, പലിശക്കാരനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. പക്ഷേ ഒരാൾ അഹങ്കാരിയായ ആളുകൾ പറയും അവന് ഹെഡ് വെയിറ്റ് ആണ്, അവന് തലക്കനമാണ്, അവൻ അഹങ്കാരിയാണ്, അവനെ ആരും തന്നെ ഇഷ്ടപ്പെടില്ല. സഹോദരങ്ങളെ, അല്ലാഹ്ക്ക് ഇഷ്ടമല്ല, റസൂലിന് ഇഷ്ടമല്ല, പ്രവാചകന്മാർക്ക് ഇഷ്ടമല്ല, മലായികത്തുകൾക്ക് ഇഷ്ടമല്ല. എത്രത്തോളം എന്നറിയോ? മുല കുടിക്കുന്ന പ്രായത്തിൽ പോലെ സംസാരിച്ച അത്ഭുതത്തിന്റെ കഥ പറഞ്ഞ പ്രവാചകന് മുല കുടിക്കുന്ന പ്രായത്തില് ഒരു വലിയ സംസാരത്തിന്റെ കഴിവ് വരുന്നതിന് മുമ്പ് മുല കുടിക്കുന്ന ഉമ്മാന്റെ മടിത്തത്തിൽ കിടന്ന് ഉമ്മ എന്ന് മാത്രം വിളിക്കാൻ പ്രായമുള്ള സമയത്ത് സംസാരിച്ച 3 കുട്ടികളെ പട്ടികട്ട് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. അല്ലാഹുവിന്റെ റസൂല് പരിചയപ്പെടുത്തി 3 കുട്ടികളാണ് ചെറിയ പ്രായത്തിൽ അത്ഭുതത്തോടെ സംസാരിച്ചത്. അതിൽ ഒന്ന് റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം, രണ്ടാമത് ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലെ കുട്ടിയാണ്. മൂന്നാമത്തെ കഥ പറഞ്ഞുകൊണ്ട് റസൂലുള്ള പരിചയപ്പെടുത്തിയത് ബനൂ ഇസ്രായേലിലെ ഒരു പെണ്ണ് പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. തന്റെ അമ്മിഞ്ഞ പാൽ ഉറിഞ്ചി കൊടുക്കുന്ന പൊന്നുമോന്റെ മുമ്പിലൂടെ ഒരു സുന്ദരനായ സുമുഖനായ ചെറുപ്പക്കാരൻ നടന്നു പോയത്രേ. ആ പെണ്ണ് കുഞ്ഞിന് പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അതിന്റെ മുമ്പിലൂടെ ഒരാൾ പോവുകയാണ്. എത്ര സുന്ദരനാണ്, സുമുഖനാണ്, കാണാനിടകൊള്ള മുഞ്ചുള്ള ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരനെ കണ്ടപ്പോ ഈ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഉമ്മ പറഞ്ഞത് എന്തെന്നറിയോ? അല്ലാഹുമ്മ ജഅൽ ഇബ്നി മിസ്ലഹു, അല്ലാഹുവേ എന്റെ മോനെ അവനെ പോലെ ആക്കണേ, എന്റെ പൊന്നുമോനെ അവനെ പോലെ ആക്കണേ അല്ലാ. എന്തുകൊണ്ടാണ്? അവന്റെ സൗന്ദര്യം കണ്ടുകൊണ്ട് ആ പെങ്ങളെ പറഞ്ഞു പത്രേ, അല്ലാഹുമ്മ ജഅൽ ഇബ്നി മിസ്ലഹു, എന്റെ പൊന്നുമോനെ അവനെ പോലെ സുന്ദരനാക്കണേ അല്ലാ. ആ സമയത്തിന്റെ സഹോദരങ്ങള് ആ കുഞ്ഞുമുലയിൽ നിന്ന് വായെടുത്തു പത്രേ, മാറിടത്തിൽ നിന്ന് വായെടുത്തിട്ട് ആ പൊന്നുമോന് പറഞ്ഞതെന്തെന്നറിയോ? അല്ലാഹുമ്മ ലാ തജഅൽനി മിസ്ലഹാ, അല്ലാഹുവേ എന്നെ അവനെ പോലെ ആക്കല്ലേ അല്ലാ, എന്നെ അവനെ പോലെ ആക്കല്ലേ അല്ലാ. രണ്ടാമത് കുറെ ദിവസ സമയം കഴിഞ്ഞപ്പോൾ ഒരു കിഴവിയായ വാർദ്ധക്യമെന്ന് കണ്ണ് കുടിഞ്ഞ് കവള് കുടിഞ്ഞ് എല്ലും വയറൊട്ടിയ ഒരു വൃദ്ധയായ അടിമപ്പെണ്ണിനെ അതുവഴി കൊണ്ടുപോവുകയാ. ആളുകൾ അടിക്കുന്നു, തൊഴിക്കുന്നു. ആ പെണ്ണ് നിലവിളിച്ചുകൊണ്ട് നടന്നു പോവുകയാണ്. ആ പെണ്ണ് അടിമ സ്ത്രീയാണ്. ആ സമയത്ത് ആ പെങ്ങള് ദുആ ചെയ്തു, അല്ലാഹുമ്മ ലാ തജഅൽ ഇബ്നി മിസ്ലഹാ, അല്ലാഹുവേ ഈ കിളവിയെ പോലെ എന്റെ മോനെയാക്കല്ലേ. ആ സമയത്ത് ആ കുഞ്ഞു മാറിൽ നിന്ന് വായെടുത്തു പത്രേ. എന്നിട്ട് ദുആരക്കുകയാണ്, അല്ലാഹുമ്മ ജഅൽനി മിസ്ലഹാ, അല്ലാഹുവേ എന്നെ ആ പെണ്ണിനെ പോലെ ആക്കണേ അല്ലാ, എന്നെ ആ പെണ്ണിനെ പോലെ ആക്കണേ അല്ലാ. ആ പ്രിയപ്പെട്ട ഉമ്മ അത്ഭുതപ്പെട്ടു പോയി. ആ ഉമ്മ പൊന്നുമോനോട് ചോദിച്ചു പത്രേ, എന്തേ പൊന്നുമോനെ നീ പറയാനുള്ള കാരണം എന്താ? ആ സമയത്ത് ആ പൊന്നുമോന്റെ മറുപടി എന്തെന്നറിയോ? ഉമ്മ, നിങ്ങൾ എന്റെ ഉമ്മയാണ്, നിങ്ങളെ ഞാൻ വലുതാകണം, നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്. ആരാണ് ഈ പറയുന്നതെന്നറിയോ? ഉമ്മ എന്ന് മാത്രം വിളിക്കുന്ന പ്രായത്തില് ഇതേവരെ വാപ്പാന്ന് വിളിക്കാത്ത കുഞ്ഞാണ്. അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയല്ലേ സഹോദരങ്ങളെ. ലോകാത്ഭുതങ്ങൾ എഴുതിയവർക്ക് തെറ്റുപറ്റി പോയതാണ്. എപ്പോഴോ ചരിപ്പപ്പിന്റെ ഇന്നലകളിൽ അത്ഭുതങ്ങൾ എഴുതി ചേർക്കാനുണ്ട് സഹോദരങ്ങളെ. ആ കുഞ്ഞ് പറഞ്ഞു പത്രേ, അല്ലാഹുവേ എനിക്കാ ചെറുപ്പക്കാരനെ പോലെ ആകണ്ട, എനിക്കാ കിളവിയെ പോലെ ആയാ മതി. എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ ആ പൊന്നുമോന് പറഞ്ഞതെന്തെന്നറിയോ? ഉമ്മ, ചെറുപ്പക്കാരൻ ആരെന്നറിയോ? അൽ ജബ്ബാർ,
ജബ്ബാർ. അവൻ അഹങ്കാരിയാണ്, അഹങ്കാരിയാണ്. അവന് സൗന്ദര്യമുണ്ട്, ശരിയാ. അവന് നല്ല നല്ല സുന്ദരനാണ്, ശരിയാ. പക്ഷേ ആ ചെറുപ്പക്കാരൻ അഹങ്കാരിയാണ്, അവന് തെമ്മാടിയാണ്, നിനക്ക് വേണ്ട. പക്ഷെ ആ പെണ്ണാരെന്നറിയോ? ആളുകൾ പറയുന്നു, പെണ്ണെ നീ മോട്ടിച്ചവളാണ്, നീ വ്യഭിചരിച്ചവളാണ്. പക്ഷെ ഉമ്മ പെണ്ണങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ പെണ്ണ് പീഡിപ്പിക്കപ്പെട്ടവളാണ്. പീഡിതരോട് അള്ളാഹു വലിയ സ്നേഹമാണ്, മർദ്ദിതരോട് പടച്ചോന് വല്ലാത്ത സ്നേഹമാണ്. അതുകൊണ്ടല്ല സഹോദരങ്ങളെ, അഹങ്കാരിയായ ഉമയ്യത്തിന്റെ കിങ്കരന്മാര് പാവപ്പെട്ട പീഡിതനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹുവിനെ ചാട്ടവാറ് കൊണ്ടടിച്ചപ്പോ അല്ലാഹു ആരോടാ സ്നേഹം കാണിച്ചത്? ഉമയ്യത്ത് എന്ന അഹങ്കാരിയോടല്ല, ഉമയ്യത്ത് എന്ന ഭരണാധികാരിയോടല്ല, പിന്നെയോ ബിലാൽ എന്ന പീഡിതനോടാണ്. ബിലാൽ പീഡിപ്പിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് ബിലാലിനോട് അല്ലാഹുവിന് സ്നേഹം വന്നു. ഫിർഔൻ എന്ന അഹങ്കാരിയോട് അല്ലാഹുവിന് സ്നേഹമില്ല. പീഡിപ്പിക്കപ്പെട്ട ആസിയ ബീവിയോട് സ്നേഹമാണ്. അല്ലാഹുവിന് സ്നേഹം ഫിർഔൻ എന്ന അഹങ്കാരിയോടല്ല, ഫിർഔൻ എന്ന അധികാരിയോടല്ല, മറിച്ച് എന്റെ പ്രിയപ്പെട്ടവരെ പീഡിപ്പിക്കപ്പെട്ട ആസിയ ബീവിയോടാണ്. അതുപോലെ എത്രയോ ചരിത്രങ്ങൾ പറയാൻ കഴിയും. അങ്ങ് സിറിയയിലെ ബശാറുള്ള സദിന്റെ പട്ടാളത്തിനോട് പടച്ചവന് സ്നേഹമില്ല. ആരോടാണ് സ്നേഹം? അവിടുത്തെ സുന്നി മക്കള് ഇന്ന് പിടഞ്ഞു വീണ് മരിച്ചുകൊണ്ടിരിക്കുമ്പോ അവരോട് അല്ലാഹുവിന് വലിയ സ്നേഹമാണ്. സഹോദരങ്ങളെ, അതുപോലെ തന്നെ ഫലസ്തീന്റെ പാവപ്പെട്ട പൊന്നുമക്കളായ ഫലസ്തീൻ മക്കളോട് റബ്ബിന് വലിയ സ്നേഹമാണ്. അവിടുത്തെ ജൂത പരിസകളോട് പടച്ചവന് വെറുപ്പാണ്. അവരഹങ്കാരികളാ. അല്പം കൂടി കടന്നു ചിന്തിച്ചാൽ മ്യാൻമറിലെ പാവപ്പെട്ട മുസ്ലിമിനോട് പടച്ചവന് സ്നേഹമാണ്. എന്നാൽ അവിടുത്തെ ബുദ്ധ ഭീകരവാദികളോട് പടച്ചവന് വെറുപ്പാണ്. സഹോദരങ്ങളെ, നൂറ്റാണ്ടായി 50 കൊല്ലത്തോളമായി പാവപ്പെട്ട മ്യാൻമറിലെ മുസ്ലിം സമുദായം ദുരന്തം അനുഭവിക്കുകയാണ്. ഇന്നേ വരെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നില്ല. ഇന്നേ വരെ ഒരു മാധ്യമത്തിലും അതിന്റെ കഥ വന്നില്ല. ഇന്നേ വരെ പ്രിയപ്പെട്ടവരെ യാതൊരു സോഷ്യൽ മീഡിയകളിലും അതിന്റെ കഥ വരുന്നില്ല. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കഥ വരാൻ തുടങ്ങിയത്. അരനൂറ്റാണ്ടിലേറെ പാവപ്പെട്ട സമുദായം അനുഭവിക്കുകയാണ്. സഹോദരങ്ങളെ, സമാധാനത്തിന്റെ നോബൽ സമ്മാനം നേടിയ സൂചി എന്ന് പറയുന്ന വനിത, ആ പെണ്ണ് പോലും എന്റെ പ്രിയപ്പെട്ടവരെ മ്യാൻമറിലെ മുസ്ലിമുകൾക്കെതിരെ കണ്ണടക്കുമ്പോ ചിന്തിക്കണേ, അല്ലാഹുവിന് ഇഷ്ടമാരോടാണ്? പീഡിപ്പിക്കപ്പെട്ടവനോടാണ്. അവരഹങ്കാരമില്ലാത്തവരാണ്, അഹങ്കാരമില്ലാത്തവരാണ് പീഡിപ്പിക്കപ്പെടുന്നവര്. അത് സോഷ്യൽ മീഡിയയിലൂടെ ആകട്ടെ, അതല്ല വേറെ ഏത് രീതിയിലൂടെ ആകട്ടെ, തടവറകളിൽ കിടന്ന് പീഡനം അനുഭവിക്കുന്നവരാകട്ടെ. സഹോദരങ്ങളെ, അഹങ്കാരികൾ എന്നും അധികാരത്തിലാണ്. അധികാരികൾ മുഴുവനും അഹങ്കാരികളാണ്. പീഡിപ്പിക്കപ്പെട്ടവരാരോ പടച്ചവന്റെ ഇട്ടക്കാരാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞു, ഇത്തഖൂ ദഅവത്തുൽ മദ്ലൂം, ഇത്തഖൂ ദഅവത്തുൽ മദ്ലൂം. പീഡിപ്പിക്കപ്പെട്ടവന്റെ ദുആ നിങ്ങൾ സൂക്ഷിക്കണേ. കാരണം എന്തെന്നറിയോ? ലൈസ ബൈനഹു വ ബൈനല്ലാഹി ഹിജാബ്. അല്ലാഹുവിന്റെയും മർദ്ദിതന്റെയും ഇടയിലും മറയില്ല. അവർ എന്തെങ്കിലും റബ്ബിനോടൊന്ന് ചോദിച്ചാൽ ആ സെക്കൻഡിൽ അല്ലാഹു അവർക്ക് കൊടുക്കുന്നതാണ്. സഹോദരങ്ങളെ, ചിന്തിക്കണേ. ചെറിയ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ പോലും വെറുത്ത ഒരു വിഭാഗം പലിശക്കാരല്ല, വ്യഭിചാരികളല്ല, കള്ളുകുടിയന്മാരല്ലോ, പിന്നെ ആരാണ്? അഹങ്കാരികളാണ് എന്ന് ലോകത്തിന്റെ നായക നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് പഠിച്ചു വെച്ചോ സഹോദരങ്ങളെ, എന്തിരിക്കുന്ന അഹങ്കരിക്കാൻ? മനുഷ്യൻ എന്താ അഹങ്കരിക്കാനിരിക്കുന്നത്? എന്താ പ്രിയപ്പെട്ടവരെ നമുക്ക് അഹങ്കരിക്കാനുള്ളത്? നിങ്ങൾക്കറിയുമോ, ഒരു വലിയ മനുഷ്യന് രാജാവാണ്. രാജകീയ പ്രൗഢിയോടെ നടന്നു വരുമ്പോ ഒരു മനുഷ്യന്, മഹാനായ മനുഷ്യനോട് അടുത്ത് ചെല്ലുകയാ. എന്നിട്ട് ആ രാജാവിന്റെ പ്രൗഢിയോടെ വന്ന മനുഷ്യനോട് പറഞ്ഞു, പത്രേ, അല്ലയോ മനുഷ്യ, നിങ്ങൾ അഹങ്കരിക്കുന്നത് എന്തിനാണ്? എന്തിന് നിങ്ങൾ അഹങ്കരിക്കണം? നിങ്ങൾ എന്തിന് അഹങ്കരിക്കണം? ആ സമയത്ത് അയാള് പറഞ്ഞു, പത്രേ, അഹങ്കരിക്കാൻ എനിക്കുണ്ടായിട്ടാണ് അഹങ്കരിക്കുന്നത്. എനിക്കുണ്ടടാ
എന്താണോ അഹങ്കരിക്കാൻ? ആ മകാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്തിരിക്കുന്നു, ഞാൻ ആരെന്നറിയോടാ നിനക്കെന്ന് ചോദിച്ചു രാജാവ്. ആ സമയത്ത് ആ മഹാൻ പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾ ആരാണെന്ന്. ആരാണ് പറ? ആദ്യം ഒട്ടിപ്പിടിക്കുന്ന ഒരു തുള്ളി ബീജമാണ്, മുണ്ടിലോ തുണിയിലോ പട്ടിയാല് കഴുകി കളയുന്ന ഒരു തുള്ളി ബീജമാണ്, ദുർഗന്ധം അമിക്കുന്ന ബീജത്തുള്ളിയാണ്. ഏറ്റവും അവസാനമോ ചീഞ്ഞു നാറുന്ന ശവമാണ്. ഇതിനിടയിൽ നിങ്ങൾ ആരാണ്? ഇതിനിടയിൽ മലം ചുമക്കുന്ന വണ്ടിയല്ലേ നിങ്ങള്? സഹോദരങ്ങളെ, നല്ല തേച്ചുമിനിക്കിയ വസ്ത്രമിട്ട് വിദേശ പെർഫ്യൂം അടിച്ച് നല്ല നിലയിൽ വെയിറ്റിംഗ് സെറ്റിൽ ചെന്ന് കാത്തു നിൽക്കുമ്പോ ചെറുപ്പക്കാരിയെ നിന്നെ കാണുമ്പോ മഹാനടന്മാരായ പണ്ഡിത മഹത്തുക്കള് തിരിഞ്ഞു നോക്കാതെ പോകുന്നതെന്താണ്? അവർക്ക് വികാര വിചാരങ്ങളില്ലാത്തത് കൊണ്ടല്ല, അവർക്ക് ശാരീരിക സുഖങ്ങൾ അറിയാത്തത് കൊണ്ടല്ല, അവർക്ക് രക്തത്തിന്റെ സർക്യൂട്ട് ഇല്ലാത്തത് കൊണ്ടല്ല. പിന്നെ എന്തുകൊണ്ടാണ് അവരെ തിരിഞ്ഞു നോക്കാത്തതെന്നറിയോ? നീ എത്ര വളവളപ്പോടെ നിന്നാല്, എത്ര നല്ല മോഡലോടെ നീ നിന്നാല്, സഹോദരി നീ നിൽക്കുന്നത് എന്താണ്? ആദ്യം നീ ഒട്ടിപ്പിടിക്കുന്ന ഒരു തുള്ളി ബീജമായിരുന്നു. ഇനി നീ മരിച്ചു കഴിഞ്ഞാലോ ശവമാണ്, ദുർഗന്ധം വമിക്കുകയാണ്. ഇതിനിടയിലോ നീ മലം ചുമന്നുകൊണ്ട് നിൽക്കുന്ന വണ്ടിയാ. മഹാന്മാര് പറഞ്ഞല്ലോ, പൊട്ടാ നീ മുനുതുള്ളി പിൻചോര കട്ട, പിന്നീട് കാട്ടം ചുമന്നോരോ കൊട്ട. പൊട്ടാ നീ മുൻതുള്ളി പിൻചോര കട്ട, പിന്നീട് കാട്ടം ചുമന്നോരോ കൊട്ട. ആദ്യം മനുഷ്യാനി എന്താണ്? ഒട്ടിപ്പിടിക്കുന്ന ഒരു തുള്ളി ബീജമാണ്, അവസാനം മാറുന്ന ശവമാണ്. ഇതിനിടയിൽ നീ ആരാ? ദുർഗന്ധം വമിക്കുന്ന മലം ചുമന്ന് നിൽക്കുന്ന വണ്ടിയല്ലേടാ. നിന്റെ പള്ളയില് മലമല്ലേ. അഹങ്കരിക്കാനൊന്നുമില്ല, ഒന്നുമില്ല. മുൻഗാമികൾ അഹങ്കരിച്ചിരുന്നോ പ്രിയപ്പെട്ടവര്? മുൻഗാമികൾ അഹങ്കരിച്ചിരുന്നോ? ഇല്ല. ഇവിടെ SKSSFന്റെ പരിപാടിയല്ലേ, നിങ്ങൾക്കറിയുമോ സഹോദരങ്ങളെ? ഈ കഴിഞ്ഞതിന് മുമ്പത്തെ ബഹുമാനനായ പ്രസിഡന്റ് ആനക്കര കോയക്കുട്ടി ഉസ്താദ്, നിങ്ങൾക്കറിയുമല്ലോ ചെറുപ്പക്കാരെ, നിങ്ങൾ SKSSFന്റെ പ്രവർത്തകരല്ലേ? ബഹുമാനപ്പെട്ട ജിഫ്രി മുട്ടുകോയ തങ്ങള് ഇന്നലെ ഞാൻ കോഴിക്കോട് പ്രസംഗിക്കുമ്പോ ആ പരിപാടികളെ ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട ശൈഖുനാ ശൈഖുൽ ജാമിഅ ആലിക്കുട്ടി ഉസ്താദ്, അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. സഹോദരങ്ങളെ, സമസ്തയുടെ സെക്രട്ടറിയാണ്. അവിടെ ആമുഖ പ്രസംഗം നടത്തി ദുആ ചെയ്തത് ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് ശൈഖുനാ സയ്യിദുൽ ഉലമാ ജിഫ്രി മുട്ടുകോയ തങ്ങളാണ്. സഹോദരങ്ങളെ, എത്ര വിനയമാണ്, എത്ര വിനയമാണ്. അല്ലാഹുവേ, പടച്ചവര് ചിന്തിക്കാൻ വേണ്ടി കേട്ട് പറയുകയാ. കുറച്ചു സമയം മുമ്പ്, മഗ്രിബിന് മുമ്പ് കോഴിക്കോട് പരിപാടി നടക്കുന്ന സ്ഥലത്തെത്തുകയാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ ആലിക്കുട്ടി ഉസ്താദ്. അവിടെ എത്തി. അല്ലാഹുവേ, ചിന്തിക്കാൻ വേണ്ടി കേട്ട് ഞാൻ പറയുകയാണ്. ഉസ്താദ് ഉച്ചയ്ക്ക് ഉറങ്ങാതെ ദീർഘനേരത്തെ യാത്ര കഴിഞ്ഞു വന്നതാണ്. ഉസ്താദിന് വല്ലാത്ത ക്ഷീണം വന്നു. നോക്കുമ്പോൾ തൊട്ടടുത്ത മഹല്ലത്ത് പള്ളിയിൽ കയറി കിടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ചിന്തിക്കണേ സഹോദരങ്ങള്. ബഹുമാനപ്പെട്ടവരൊരു സമസ്തയുടെ സെക്രട്ടറിയാണ്, ഒരു വലിയ ആത്മീയ സാമ്രാജ്യത്തിന്റെ സെക്രട്ടറിയാണ്. അപ്പോഴും എത്ര വിനയത്തോടെയാണ് സഹോദരങ്ങളെ ആളുകളെ നിസ്കരിക്കാൻ വേണ്ടി വരുന്ന അള്ളാന്റെ ഭവനമായ പള്ളിയുടെ പുറം പള്ളിയിൽ ആളുകളെത്തിയില്ല. അവിടെ കയറിയിട്ട് ഇങ്ങനെ നിവർന്ന് കിടക്കുകയാണ്, ക്ഷീണം മാറ്റാ. ഇപ്പോഴത്തോളം വിനയം കാണിക്കുന്ന പണ്ഡിതന്മാര് അഹങ്കരിക്കണമെങ്കിൽ അവരല്ലേ അഹങ്കരിക്കേണ്ടത്? എന്തിരിക്കുന്ന നമുക്ക് ഇൽമുണ്ടോ? സാധാരണ അഹങ്കാരം വരുന്നത് ഇൽമില്ലാത്തപ്പോഴാണ്, പണമില്ലാത്തപ്പോഴാണ്, അധികാരമില്ലാത്തപ്പോഴാണ്. സ്വല്പം അധികാരം കിട്ടിക്കഴിഞ്ഞാൽ, അല്പം ഇൽമങ്ങാനം കിട്ടിക്കഴിഞ്ഞാൽ, അല്പ പണമെങ്ങാനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളായി ലോകത്തെ വലിയ രാജാവെന്ന ചിന്തയിൽ നടക്കുമ്പോ സഹോദരങ്ങളെ, വീടിന്റെ മുമ്പിൽ ഒരു മാമ്പഴം മാവ് നടുക. ആ മാവില് മാമ്പഴം പിടിച്ചു കഴിഞ്ഞാൽ അതിൽ മാമ്പഴം പിടിക്കുന്നതിന്റെ അളവനുസരിച്ച് അതിന്റെ ശിഖരം താഴോട്ട് വരികയാണ്. എന്ന് പറഞ്ഞാൽ മാമ്പഴം പിടിച്ചില്ലേ അതിന്റെ ശിഖരങ്ങളും മേപ്പോട്ട് പോകുന്നതാണ്. വാഴ നട്ട് നോക്കെന്റെ ചെറുപ്പക്കാരാ, എല്ലാറ്റിലും അല്ലാഹു ദൃഷ്ടാന്തം വെച്ചിട്ടുണ്ട്.
ഒരു വാഴ നട്ട് നോക്ക്, ആ വാഴ നട്ട് നോക്കിയാൽ അറിയാ, ആ വാഴ വെച്ചാൽ അതിങ്ങനെ മേപ്പോട്ട് പൊങ്ങി വരികയാണ്. അതില് കൊലയെങ്ങാനം പിടിച്ചു കഴിഞ്ഞാ കൊലയുടെ വലിപ്പത്തിന്റെ അനുസരിച്ച്, കൊലയുടെ കായുടെ വലിപ്പം അനുസരിച്ച് ആ വാഴ ചരിഞ്ഞ് ചരിഞ്ഞ് വരുമല്ലോ. എന്തുകൊണ്ടാണ്? അതില് ഫലം വന്നപ്പോ താഴോട്ട് വരികയാണ്. ഇൽമു വന്നാ വിനയം വേണം താഴോട്ട് വരണം, പണം കിട്ടിയാൽ വിനയം വേണം താഴോട്ട് വരണം, അധികാരം കിട്ടിയാ വിനയം വേണം താഴോട്ട് വരണം. സഹോദരങ്ങളെ, ഇന്ന് നേരെ തിരിച്ചാണ്. എന്തിരിക്കുന്നു? അഹങ്കരിക്കാനില്ല. അതുകൊണ്ട് അറുത്ത് കളഞ്ഞൂടെ പെങ്ങളെ അഹങ്കാരമെന്ന മയിലിന്റെ സ്വഭാവത്തെ. നമ്മുടെ വാപ്പാ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അന്ന് മനസ്സോട് ഇണക്കി ചേട്ട മയിലിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അറുത്തു മാറ്റിയില്ലെങ്കിൽ ഇബ്രാഹിം നബി അറുത്ത് കളഞ്ഞതുപോലെ നമ്മുടെ മനസ്സിൽ നിന്ന് അറുത്തു കളയാ മയിലിന്റെ അഹങ്കാരത്തെ. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. 100% ഉറപ്പാണ്, അഹങ്കാരമുള്ളവന് സ്വർഗ്ഗത്തിൽ കയറാൻ പറ്റൂല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വിശുദ്ധ ഖുർആൻ പല ഭാഗത്തും പറഞ്ഞു, ഈ സ്വർഗം വെച്ചിരിക്കുന്നത് ഭൂമിയിൽ വിനയത്തോടെ നടക്കുന്നവർക്കാണ്, ഫസാദ് ഉണ്ടാക്കാതെ നടക്കുന്നവർക്കാണ്. അള്ളാഹു നമുക്കതിനുള്ള ഭാഗ്യം തരട്ടെ. നമ്മൾ ഒന്നുമല്ല. നമ്മൾ മരിച്ചുപോയ അതാ ഇരിക്കുന്നു എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ അഴീക്കോട്ടത്തെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര്, സഹോദരങ്ങൾ. ഞാൻ ഓർത്തുപോകുന്നു, ഞാൻ പരിപാടിക്ക് വരുമ്പോൾ അവരെന്നോട് പറഞ്ഞു, ഉസ്താദേ, ഇന്നലെ പ്രസംഗം നടക്കുമ്പോൾ ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് 2000 രൂപ ഏറ്റെടുത്ത ഒരു സഹോദരൻ, ഷമീറോ നിസാറോ സുധീർ 32 വയസ്സുള്ള സുധീർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ആ സഹോദരൻ 2000 രൂപ ഏറ്റെടുത്തു. സാധു പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചയക്കാൻ വേണ്ടി കിട്ടി. അന്ന് വൈകുന്നേരം. എന്നിട്ട് ആ സഹോദരൻ പറഞ്ഞു, നാളത്തെ പ്രസംഗ സദസ്സിൽ ഞാൻ കൊടുത്തോളാം. അങ്ങനെ അന്ന് രാത്രി വാഴ കഴിഞ്ഞ് വീട്ടിൽ പോയ സുധീർ എന്ന 32 വയസ്സുകാരൻ അദ്ദേഹത്തിന്റെ വള്ളമെടുത്ത് മീൻ പിടിക്കാൻ വേണ്ടി പോയി. പെട്ടെന്ന് നെഞ്ചുവേദന വന്നപ്പോൾ അദ്ദേഹം ആദ്യമായി പറഞ്ഞത്, ഞാൻ 2000 രൂപ ഏറ്റിട്ടുണ്ട്, നാളെ കൊടുക്കാമെന്ന് പറഞ്ഞത് നിങ്ങൾ മറക്കാതെ കൊടുക്കണേ എന്ന് പറഞ്ഞ് ആ സഹോദരൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. പിറ്റന്ന് വാളിന്റെ മജ്‌ലിസിൽ 2000 കൊടുക്കാമെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ പ്രസംഗിക്കുന്നു, അദ്ദേഹം ഖബറിനടിയിലാണ്. ഇത്രയുള്ളൂ മനുഷ്യൻ. എനിക്ക് നാളെ കൊല്ലം കുണ്ടറ എന്ന് പറയുന്ന പ്രദേശത്തെ പരിപാടി തൃപ്പലഴികത്ത്, അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു വലിയന്റെ ഉറൂസുമായി ബന്ധപ്പെട്ട് പ്രസംഗിക്കാൻ ഞാൻ ഏറ്റിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് ഉറപ്പുണ്ടോ ഇന്ന് നേരം വെളുത്ത് എനിക്ക് എന്റെ വീട്ടിലെത്താൻ കഴിയുമെന്ന്? നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇല്ല. മനുഷ്യന് ഇത്രയേ ഉള്ളൂ. എല്ലാത്തിനും വാറണ്ടി ഇല്ലേ? മൊബൈൽ പുതിയൊരെണ്ണം വാങ്ങി കംപ്ലൈന്റ് ആയാൽ കൊണ്ടു കൊടുത്താൽ നമുക്ക് അതിന് റിപ്പയർ ചെയ്ത് തരും. 5 പൈസ കൊടുക്കണ്ട, എല്ലാത്തിനും വാറണ്ടി ഉണ്ട്. പക്ഷേ ഇല്ലാത്തതൊന്നും മാത്രം ഇല്ലാത്തത് മനുഷ്യന് മാത്രമാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. ഒന്നുമില്ല, നമ്മൾ ഇവിടെ കിടന്ന് മരിച്ചുപോയാൽ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു സഹോദരി കൊല ചെയ്യപ്പെട്ടു. എങ്ങനെയാണെന്നറിയില്ല, ഞാൻ പിന്നെ അറിഞ്ഞിട്ടുമില്ല. പക്ഷേ 7 ദിവസം വെള്ളത്തിൽ കിടന്നു. അതുവഴി നടന്നു പോകുന്ന ആളുകൾക്ക് നാറ്റമടിച്ചു, ദുർഗന്ധമടിച്ചു. ആളുകൾ കരുതി ഇപ്പോ ഒരു സ്വഭാവം ഉണ്ടല്ലോ, സാമൂഹ്യ വിരുദ്ധരിറങ്ങിയിരിക്കാൻ. അവര് കോഴി വേസ്റ്റ് ഒക്കെ കൊണ്ടൊന്ന് വഴി തള്ളുന്ന ഒരു സ്വഭാവമുണ്ട്. പെണ്ണുങ്ങൾക്ക് കൊണ്ട് ചില സ്വഭാവം, കുട്ടികളുടെ സ്നഗ്ഗിയും അതുപോലെ അവരുടെ മറ്റുള്ള വേസ്റ്റും എല്ലാം കൂടെ വാരിക്കെട്ടിക്കിട്ട് ആരും കാണാതെ റോട്ടിലേക്ക് വലിച്ചെറിയുന്ന ദുശ്ശീലം. അതൊരു മുഅ്മിനായ പെണ്ണിന് യോജിച്ചതല്ല, അതൊരു മുസ്ലിമിന് യോജിച്ചതല്ല. അവൻ നിസ്കരിക്കുന്നവര് മാത്രമല്ല മുസ്ലിമീങ്ങള്, പൊതുസമൂഹത്തിൽ ആർക്കും ഒരു ഉപദ്രവം. അതുകൊണ്ടാണ് നീ ഉള്ളി തിന്നുപോയോ, നീ അന്ന് ജമാഅത്തിന് വരണ്ട, വീട്ടിൽ നിസ്കരിച്ചാൽ മതി എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഉള്ളി അന്ന് തിന്നോ നീ കൂടുതൽ? നിന്റെ വായിൽ നിന്ന് ദുർഗന്ധം വരുന്നുണ്ടോ ഉള്ളി തിന്നിട്ട്? ഉള്ളി നല്ലതല്ലേ? ഉള്ളി ഇല്ലാതെ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടോ നമ്മുടെ വീട്ടില്? ഉള്ളി അരിഞ്ഞിടാത്ത ഏതെങ്കിലും ഫ്രൈ ഉണ്ടോ വീട്ടില്? നീ ഉള്ളി തിന്ന് അധികമായി പോയി, നീ അന്ന് ജമാഅത്തിന് വരണ്ട, അവിടെ വീട്ടിൽ നിൽക്ക്. കാരണം എന്താ? അടുത്ത് വന്ന് നിസ്കരിക്കുന്നവർക്ക് അതിന്റെ ദുർഗന്ധം അസഹ്യമാണ്. ഇത് പറയുമ്പോഴും നമ്മൾ കട്ടം പീടിയും വലിച്ചിട്ട് നേരെ നിസ്കരിക്കാൻ വേണ്ടി വരും. കട്ടം പീടിയും വലിച്ചുകൊണ്ട് ബാങ്ക് വെക്കുമ്പോൾ ഒരെണ്ണം കൊളുത്തും. നടന്ന് പള്ളിയിലെത്തുമ്പോൾ അത് തീരും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? പൗതിലെ വെള്ളം കോരി അങ്ങോട്ട് വാകൊപ്പിളിച്ച് കഴിഞ്ഞാൽ ഈ പഞ്ചായത്ത് ടോയ്ലറ്റിൽ നിന്ന് വരുന്ന ദുർഗന്ധം പിന്നെ വായിന്ന് വരുന്നത് ഇല്ലേ? അവര് കരുതുന്നത് എന്താണ്? വെള്ളം കൊണ്ട് വാ കഴിയാതെ എല്ലാ നാറ്റവും പോകുമെന്നാണ്. ഇല്ല, നാറ്റം കൂടെയുള്ളൂ. സമൂഹത്തിന്റെ മുമ്പിൽ ജീവിക്കുമ്പോൾ അവന് പാലിക്കേണ്ടത് പാലിക്കണം. അതുകൊണ്ട് ഞാൻ പറയുന്നു, പ്രിയപ്പെട്ടവരെ, നമുക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ല. ആ സഹോദരി
7 ദിവസം കഴിഞ്ഞപ്പോൾ ആളുകൾ അതെന്താണെന്നറിയാൻ വേണ്ടി പരിശോധിച്ചു നോക്കുമ്പോൾ ആ സഹോദരിയുടെ മുടിയും വസ്ത്രം മാത്രമേ ഉള്ളൂ, ബാക്കി കഴുകിപ്പോയി. തലമുടിയും വസ്ത്രവും മാത്രമേ ഉള്ളൂ, ബാക്കി കഴുകിപ്പോയി. കുറച്ച് എല്ലും കിടക്കുന്നു. ഇത്രേ ഉള്ളൂ മനുഷ്യര്, ഇത്രേ ഉള്ളൂ മനുഷ്യര്. ഞാനിപ്പോ എന്റെ നാട്ടിൽ നിന്ന് വെഞ്ഞാറമൂട് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് വരുമ്പോ വേറെ ഏറെ സ്ഥലത്തിനും വെഞ്ഞാറമൂട് നിങ്ങൾക്കറിയാം, കാരണം സൂരാജിന്റെ നാടായതുകൊണ്ട് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാൻ കഴിയും. വെഞ്ഞാറമൂട് എന്റെ നാട്ടിൽ നിന്ന് 10 കിലോമീറ്റർ അപ്പുറമാണ്. ഞാൻ അങ്ങനെ വരുന്ന വഴിയില് ഒരു വലിയ ഇറക്കം, അത് കഴിഞ്ഞിട്ടൊരു വളവ് തിരിഞ്ഞിട്ട് വേണം നേരായ വഴി വരാൻ. അങ്ങനെ ഒരു പകലില് ആളുകൾ അതുവഴി പോകുമ്പോ മൂക്ക് പൊത്തിക്കൊണ്ടു പോകുന്നു. സമാനമായതിനു മുമ്പ് അവിടെ കോഴി വേസ്റ്റ് കൊണ്ടിട്ടിട്ടുണ്ട്. പക്ഷെ ആളുകൾ കരുതിയത് അങ്ങനെ വല്ലതുമാകുമെന്നാണ്. പക്ഷേ ദുർഗന്ധം അസഹ്യമായപ്പോൾ ആളുകൾ പരിശോധിച്ചപ്പോ സുബ്ഹാനല്ലാഹ്, ഏതോ രാത്രിയിൽ പാവപ്പെട്ടൊരു സഹോദരൻ വെള്ളമടിച്ചോന്നറിയില്ല, ആ സഹോദരൻ ബൈക്കിൽ വന്നു, നേരെ വന്നിട്ട് വളയ്ക്കാൻ വിട്ടുപോയി. ഒന്നുകിൽ വെള്ളമടിച്ചത് കൊണ്ട് ബോധം പോയി, അല്ലെങ്കിൽ ഉറങ്ങിപ്പോയി, അല്ലെങ്കിൽ അശ്രദ്ധമായി എന്തോ അദ്ദേഹം നേരെ അങ്ങ് താഴെ കുഴിയിൽ വീണു. നേരെ ചെളി കൂടിക്കിടക്കുക, അതിൽ നിന്ന് ചെന്ന് തല അങ്ങോട്ട്, ആ തല താഴ്ന്നു പോയി. പിന്നെ പറയണോ, രാത്രി ആര് സഹായിക്കാനാ? നേരെ ചെന്ന് കുത്തനെ വീണുപോയ സഹോദരൻ ആരാ പിടിച്ചു കെട്ടാനുള്ളത്? അവിടെ കിടന്നു, മരിച്ചു. ആരും അറിഞ്ഞില്ല. 4 ദിവസം കഴിഞ്ഞ് നാറ്റം വന്നപ്പോഴാണ് നാട്ടുകാർ ഓടിക്കൂടി അരച്ച് അവസാനം അദ്ദേഹത്തെ അവിടെ നിന്ന് എടുത്തു. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ. ഒന്നും അഹങ്കരിക്കാൻ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ട ഒന്നാമത്തെ പക്ഷിയുടെ സ്വഭാവമേതാ? കിബുറുത്താവൂ, മയിലിന്റെ അഹങ്കാരമാണ്, മയിലിന്റെ അഹങ്കാരമാ. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ പക്ഷി ഏതാണ്? മറന്നു പോകല്ലേ. രണ്ടാമത്തെ പക്ഷി ഏതാണ്? രണ്ടാമത്തെ ജീവി ഏതാണ്? ഒന്നാമത്തെ ജീവി മയിലാണ്, പക്ഷി മയിലാണ്. ആ പക്ഷിയാണ് അഹങ്കാരത്തിന്റെ പ്രതീകമെങ്കിൽ സഹോദരങ്ങളെ, അഹങ്കാരം മാറ്റിക്കോ. രണ്ടാമത്തെ പക്ഷി ഏതാണ്? ദീക്കുന്നത് കോഴിയാണ്. എന്താണ് കോഴിയുടെ സ്വഭാവം? കോഴിയുടെ സ്വഭാവം എന്താ? മുട്ടയിടുവോ? മനസ്സിലാവുന്ന ഒരു ക്ലൂ തരാം. നമ്മൾ ചിലരെ പറ്റി പറയും, ഓ ആളൊരു കോഴിയാ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അത് തന്നെ. രണ്ടാമത്തെ പക്ഷി കോഴിയാണ്. ആ കോഴിയുടെ സ്വഭാവം ഏതെന്നറിയോ? ജീവിതത്തിൽ നിന്ന് അറുത്തുമാറ്റേണ്ട സ്വഭാവമാണ് സഹോദരങ്ങളെ. കോഴിയുടെ വികാരമാ അറുപ്പ് മുറിച്ചു കളയേണ്ട രണ്ടാമത്തെ വികാരമാണ് കോഴിയുടെ വികാരം. സഹോദരങ്ങളെ, ഇന്ന് മനുഷ്യന്റെ വികാരം എവിടെ എത്തിയെന്നറിയോ? ഇന്ന് വികാരമില്ലാത്തവർക്ക് വികാരം കൊടുക്കാൻ ഇന്ന് ടോണിക്കുകൾ ഉണ്ടെന്നാണ്. വികാരം വരാത്തവന് വികാരം വരാ. മരുന്നുകൾ ഇന്ന് സുലഭമാണ്. ആ വികാരം തീർക്കാൻ വേണ്ടിയിട്ട് എന്റെ സഹോദരങ്ങള് എത്രയോ വേശ്യാലയങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട്. ആ വേശ്യാലയത്തിൽ പോകുമ്പോ അവിടെ നിന്ന് പിടിക്കുന്ന മാറാ രോഗങ്ങൾക്ക് മരുന്ന് കമ്പനികൾ ഇറക്കിയിട്ടുണ്ട്. സഹോദരങ്ങളെ, എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. നടന്നു പോകുന്ന മനുഷ്യനെ പോലെ കടിക്കുന്ന നായ, ആ നായെ പേടിച്ചിട്ട് തെരുവനായ ഭയന്നിട്ട് പാവപ്പെട്ട മക്കൾ മദ്രസയിൽ പോകുന്നില്ല, അതുപോലെ സ്കൂളിൽ പോകുന്നില്ല. പാവപ്പെട്ട വൃദ്ധരായ സഹോദരങ്ങളെ കടിച്ചു കീറുന്നു നായ. ആ നായെ കൊന്നെടുക്കണമെന്ന് പറയുമ്പോൾ രാജ്യം ഭരിക്കുന്നവർ പറയുന്നു, വേണ്ട കൊല്ലണ്ട. എന്താ? നായയോടുള്ള സ്നേഹം കൊണ്ടല്ല, നായ അവരുടെ മക്കളായത് കൊണ്ടല്ല. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടെന്നറിയോ? നമ്മളൊക്കെ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്താണ്. എന്താ അവരങ്ങനെ വേണ്ടെന്ന് പറയാൻ കാരണം എന്തെന്നറിയോ? ഈ നായ വന്യകരണം ചെയ്താ മതി എന്ന് പറയുന്നത്. വന്യകരണത്തിന്റെ മരുന്ന് കമ്പനികളിൽ നിന്ന് കോടികൾ അവർ വാങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് വന്യകരണം നടത്തിയാ
മതി. ഇനി അതല്ല, ഏതെങ്കിലും മനുഷ്യനെ കടിച്ചാലോ ആ കടിക്കുമ്പോൾ വിഷമേൽക്കാതിരിക്കാൻ, വിഷബാധ ഏൽക്കാതിരിക്കാൻ അതിനും മരുന്നുണ്ട്. ആ മരുന്ന് കമ്പനിയിൽ നിന്ന് കോടിക്കണക്കിന് പോക്കറ്റിൽ വാങ്ങി അവർക്ക് ജീവിക്കണ്ടേ. അതുകൊണ്ടാണ് പട്ടിയെ കൊല്ലണ്ട എന്ന് പറയുന്നത്. വന്ധ്യീകരണത്തിന്റെ മരുന്ന് കമ്പനിയിൽ നിന്ന് ശമ്പളം പറ്റുന്നു. അതുപോലെ തന്നെ വിഷബാധ ഏൽക്കാതിരിക്കാനുള്ള മരുന്ന് കമ്പനിയിൽ നിന്ന് കോടികൾ പോക്കറ്റ് മണിയായി വാങ്ങുന്നു. അങ്ങനെ രാജ്യത്തെ ആചാരം വാങ്ങിയിട്ട് തീരെഴുതി കൊടുത്ത് സഹോദരങ്ങളെ ഇല്ലാത്ത നിയമങ്ങളെ കൊണ്ടുവന്ന് പാവപ്പെട്ടവനെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുമ്പോ മനസ്സിലാക്കണേ, അല്ലാഹുവേ, വികാരമെന്ന് പറയുന്നത് നടന്നു പോകുന്ന 3 വയസ്സുകാരിയോട് പോലെ 66 വയസ്സുകാരൻ മൃഗീയമായി പീഡിപ്പിക്കുന്ന കാലമല്ലേ. ഇന്നൊരു പെണ്ണിനിറങ്ങി നടക്കാൻ കഴിയുന്നില്ല. ഇന്നൊരു പെണ്ണിന് സന്തോഷത്തോടെ സ്വസ്ഥമായിട്ട് ഒരു പേടിയുമില്ലാതെ നടന്നു പോകാൻ കഴിയൂല. പ്രിയപ്പെട്ടവരെ, പേടിയാണ്. സ്വന്തം മകളെ വാപ്പാന്റെ അടുത്ത് കിടത്താൻ കഴിയൂല. കാരണം എത്രയോ സ്ഥലത്താണ് സ്വന്തം മക്കളെ വാപ്പമാര് ബലാത്സംഗം ചെയ്തിരിക്കുന്നത്. സ്വന്തം ഉമ്മാന്റെ അടുത്ത് പൊന്നുമക്കളെ കിടത്താൻ കഴിയാത്ത കാലമാണ്. എന്തുകൊണ്ടെന്നറിയോ? എത്രയോ ഉമ്മമാരെയാണ് മക്കള് പീഡിപ്പിച്ചത്. അല്ലാഹുവേ, സത്യമാണ്, കള്ളം പറയുന്നതല്ല. വ്യക്തമായ തെളിവുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, വേറെ എങ്ങും പോണ്ട, കേരളത്തിലുണ്ട്. ആങ്ങളെയും പെങ്ങളെയും ഒരുമിച്ച് ഒരു വീട്ടിൽ കിടത്താൻ കഴിയൂല. എന്തുകൊണ്ടെന്നറിയുമോ? അവർ രണ്ടുപേരും ശാരീരികമായ ബന്ധപ്പെട്ട കാലമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വല്ലാതെ മനുഷ്യന്റെ വികാരം പൊട്ടിവിടരുമ്പോ ശഹവത്തുദ്ദീക്ക് കോടിയുടെ വികാര അറുപ്പ് മുറിച്ച് കളയണമെന്ന് പഠിപ്പിക്കുമ്പോ എങ്ങനാ നമുക്ക് കഴിയാതിരിക്കാം? സഹോദരങ്ങളെ, ഒരു യുവാവിനെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാ. ആ യുവാവിന്റെ വൈകാരികമായ അനുഭവങ്ങളോടുള്ള വിയോജിപ്പ്, വികാരത്തിനോടുള്ള അദ്ദേഹത്തിന്റെ വിയോജിപ്പ് വല്ലാതെ വാഴ്ത്തപ്പെടേണ്ടതാണ്, പുകഴ്ത്തപ്പെടേണ്ടതാണ്. ആരാണ് യുവാവെന്നറിയോ? അദ്ദേഹത്തെ പോലെ സൗന്ദര്യം ലോകത്തൊരാൾക്കുമില്ല. എത്ര സുന്ദരനാണ്! 14 രാവിന്റെ പൗർണമിയെ പോലെ സൗന്ദര്യമാണ്. എന്തോരഴകാ, വല്ലാത്ത സൗന്ദര്യമാണ് ആ ചെറുപ്പക്കാരന്. ആ ചെറുപ്പക്കാരനോ നാട്ടിലെ അടിമയാണ്. ആ ചെറുപ്പക്കാരന്റെ മുതലാളി, ആ ചെറുപ്പക്കാരന്റെ യജമാനത്തി ആരുമില്ലാത്ത രാത്രിയിലൊന്ന് വിളിച്ചു. വീട്ടിനകത്ത് കയറ്റ കഥക കുട്ടിയിട്ടു. എന്നിട്ട് അകത്ത റൂമിൽ കയറി ആ കഥകം ബന്ധിച്ചു. എന്നിട്ട് അതിനകത്ത് കയറിയിട്ട് ആ കഥകം ബന്ധിച്ചു. അങ്ങനെ ഓരോ കഥകൾക്കകത്ത് കയറി, റൂമിനകത്ത് കയറി, എല്ലാ പൂട്ടി അരമനയിലെത്തുകയാണ്. ഒരീച്ച പോലെ കടന്നു വരില്ല. ആ യുവാവിന്റെ സുന്ദരമായ മുഖം കണ്ടപ്പോ യജമാനത്തിയായ മുതലാളിയായ പെണ്ണ് പറഞ്ഞതെന്തെന്നറിയോ? മാഹിസന ശറകാ, എന്തോരു തലമുടിയാടാ നിനക്കുള്ളത്, എന്തോരഴകാ നിന്റെ തലമുടിക്ക്. ആ സമയത്ത് ആ ചെറുപ്പക്കാര പറഞ്ഞ വാക്കെന്തെന്നറിയോ? അതിന്റെ തലയിൽ നിന്ന് കൊഴിഞ്ഞു പോകാനുള്ളതാണ് പെണ്ണ്. രണ്ടാമതാ പെണ്ണ് പറഞ്ഞു, മാഹസന ഐനൈക, നിന്റെ കണ്ണ് വല്ലാത്ത കണ്ണാണടാ. ആ സമയത്ത് ആ പെണ്ണിനോട് ചെറുപ്പക്കാരൻ പറഞ്ഞു, അതെന്റെ കവിളത്തിനിളകി പോകാനുള്ളതാണ്. മൂന്നാമതാ പെണ്ണ് പറഞ്ഞു, മാഹസന വജ്ഹക, എന്തോരു മുഖക്കാന്തിയാ, എന്തോരു മുഖപ്പിന്റെ അഴകാ, എന്തോരു സൗന്ദര്യമാണടാ നിന്റെ കഴകന്ത് കാണാൻ, എന്ത് സൗന്ദര്യമാണ്. ആ സമയത്ത് ആ പെണ്ണിനോട് ചെറുപ്പക്കാരൻ പറഞ്ഞു, പെണ്ണേ ഹുവലി തുറോ, അത് മണ്ണിനുള്ളതാണ്, അതിൽ ചിതലുകളൊക്കെ ഉള്ളതാണ്, പുഴുക്കളൊക്കെ ഉള്ളതാണ്. അവസാനം ആ പെണ്ണ് പറഞ്ഞതെന്തെന്നറിയോ? ഇന്ന ഫിറാശൽ ഹരീരി മബ്സൂത്ത്, എടോ ഇനി നിന്നോട് ക്രൂതരാൻ ഞാനില്ല. ഇതാ പട്ടുമത്ത വിരിച്ചിരിക്കുകയാണ്, ഒരീച്ച കടന്നു വരൂല. നീ നിന്റെ മുതലാളിയാണ് ഞാന്, എന്റെ അടിമയാണ് നീ. ആരും വരില്ലയടോ. എന്റെ ശരീരത്തിന്റെ ദാഹം തീർക്കുമോ? എന്റെ ശരീരത്തിന്റെ പൈതാകം തീർക്കുമോ? എന്റെ ശരീരത്തിന്റെ വിശപ്പൊന്ന് മാറ്റുമോ? ആ ചെറുപ്പക്കാരന് ഏതവസരത്തിലും വ്യഭിചാരത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള പ്രായമാണ്. മാത്രമല്ല വിളിച്ചത് സാധാരണ
സാധാരണക്കാരിയല്ല. അവിടത്തെ നാട്ടിന്റെ മുതലാളിയാണ്, യജമാനത്തിയാണ്, സൗന്ദര്യത്തിന്റെ മഹാറാണിയാണ്. ആ ചെറുപ്പക്കാരൻ അവിവാഹിതനാണ്, ആ ചെറുപ്പക്കാരൻ പ്രവാസിയാണ്. ആ ചെറുപ്പക്കാരനൊന്നും പേടിക്കേണ്ടതില്ല. ആരും വരില്ല വരില്ല വരില്ല. ഈ ചെറുപ്പക്കാരിയായ പെണ്ണവനെ മാടി വിളിച്ചപ്പോ ആ ചെറുപ്പക്കാര പറഞ്ഞിരുന്നറിയോ, എന്നെ കൊണ്ട് പറ്റൂല, മിനൽ ജന്ന. അങ്ങനെ നിന്റെ ശരീരത്തിന്റെ ദാഹവും വിശപ്പും ഞാൻ മാറ്റിത്തന്നാൽ എന്റെ സ്വർഗത്തിന്റെ സ്ഥാനമല്ല എടുത്ത് കളയുമടോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ഒരൊറ്റ ചാട്ടമാണ്. ആ പെണ്ണ് വിട്ടില്ല, വികാര ജീവിയല്ലേ. ആ പെണ്ണ് ഓടി ചെന്ന് ചെറുപ്പക്കാരന്റെ ജുബ്ബയിൽ പിടിച്ചു. ആ ജുബ്ബ കീറി പറഞ്ഞു പോയി. ആ ചെറുപ്പക്കാരെ പുറപ്പ് ചാടിയിട്ട് പറഞ്ഞു, മഅദല്ലാ, അല്ലാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുകയാണ്. ഇങ്ങനെ കഴിയോ ചെറുപ്പക്കാരാ, ഇങ്ങനെ കഴിയോ ചെറുപ്പക്കാരാ. ഇന്നും ആ പെണ്ണിനത്തെ പോലെ പെണ്ണുങ്ങളില്, ഇന്നും ആ പെണ്ണുങ്ങളെ പോലെ വഴിതെറ്റിയ പെണ്ണുങ്ങളില്, ഒരു മനുഷ്യനെ ഇല്ലായ്മ ചെയ്യാൻ ഓടി നടക്കുന്ന പെണ്ണുങ്ങളില് എന്തേ ചെറുപ്പക്കാരാ നിനക്ക് മാറാൻ കഴിയുന്നില്ല? അല്ലാഹുവേ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് പറഞ്ഞ് പുറപ്പു ചാടിയ ചെറുപ്പക്കാരന്റെ കഥ ഏതെങ്കിലും സീരിയലിൽ വന്ന കഥയല്ല, കഥയില്ലൊരു ജീവിതത്തിൽ വന്ന കഥയല്ല, ഹിനാവ കണ്ണീരിലും വന്ന കഥയല്ല, ഇതേതെങ്കിലും വാറോലയിൽ വന്ന കഥയല്ല, ഇതേതെങ്കിലും സിനിമയുടെ തിരക്കഥയല്ല. ഇതേത് കഥയെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. ഈ കഥ പറഞ്ഞിട്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇതാണ് അഹ്സനുൽ ഖസസ്, അടിപൊളി ചരിത്രം ഇതാണ്, ഏറ്റവും നല്ല ചരിത്രം ഇതാണ്. അത് യാക്കൂബ് നബിയുടേതല്ല, അത് ലൂത്ത് നബിയുടേതല്ല, അത് ഇബ്രാഹിം നബിയുടേതല്ല, അത് ഈസ നബിയുടേതല്ല, അത് മൂസ നബിയുടേതല്ല. ഏറ്റവും നല്ല ചരിത്രം ഈ മനുഷ്യന്റെ ചരിത്രമാണ്. ആരാണ് മനുഷ്യനെന്നറിയോ? ആരാണ് ചെറുപ്പക്കാരനെന്നറിയോ? ഒരധ്യായം മുഴുവനും ആ ചെറുപ്പക്കാരന് വേണ്ടി അല്ലാഹു മാറ്റി വെച്ചു. ആ ചെറുപ്പക്കാരന്റെ പേര് തന്നെ അധ്യായത്തിന് കൊടുത്തു. ആരാണ്? മറ്റാരുമല്ല, സൗന്ദര്യത്തിന്റെ മകുടോദാഹരണമേ, നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. നിങ്ങൾ ആലോചിക്കണം, അദ്ദേഹം ഒരു അവിവാഹിതനാണ്, ഒരാള് ചോദിക്കാനില്ല, അദ്ദേഹം പ്രവാസിയാണ്. അപ്പോഴാണല്ലോ നമ്മൾ കൂടുതൽ വെള്ളം അടിച്ചു പോകുന്നത്, അപ്പോഴാണല്ലോ കൂടുതൽ വിഭജിച്ചു പോകുന്നത്. ആരുമില്ല. എയർപോർട്ടിൽ ചെന്നിരുന്നാൽ ഒന്നിങ്ങനെ പരതി നോക്കും, ആരുമില്ല, രക്ഷപ്പെട്ടു. ഫ്ലൈറ്റ് കയറിയാൽ ഇങ്ങനെ ഒന്ന് പരതും, ആരുമില്ല. കമ്മിറ്റിക്കാരില്ല, വാപ്പയില്ല, കൊച്ചാപ്പയില്ല, കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ വാപ്പയില്ല, ആരുമില്ല, ആരുമില്ല. എല്ലാം കുറെ ഇംഗ്ലീഷ് പറയുന്നവരും തമിഴ് പറയുന്നവരും ഒക്കെയാ. സ്വസ്ഥതയായി കുറെ കഴിയുമ്പോൾ ബെൽറ്റൊക്കെ ഇട്ട് സാധനം അങ്ങോട്ട് പൊങ്ങാനൊരുങ്ങുമ്പോ തുണി ഉടുത്തതും ഉടുക്കാത്തതുമായ പെണ്ണുങ്ങൾ ഇങ്ങനെ വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് പറയും, ഇഷ്ടമുള്ളത് എടുക്കാം. അപ്പോഴെ തന്നെ അവിടെ അനൗൺസ് മുഴങ്ങും, ഇനി ബെൽറ്റ് കഴിച്ചോളി, അള്ളാന്റെ പരിധി വിട്ടു, ഇനി നിങ്ങൾക്ക് എന്തു ആവാം, കുഴപ്പമില്ല. അങ്ങനെ ബെൽറ്റ് കഴിച്ചിരിക്കുമ്പോഴാണ് ആ സാധനം മുമ്പിലോട്ട് കൊണ്ടുവരുന്നു. ഒന്നുകൂടെ നോക്കൂ, ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. 4 മണിക്കൂർ വേണം യാത്ര ചെയ്യാൻ എയർ ഫ്ലൈറ്റിൽ അവിടെ എത്താൻ. അല്പം വാങ്ങി അങ്ങോട്ട് കഴിച്ചിട്ട് ഒരൊറ്റ ഉറക്കമാണ്. അതോടുകൂടി അവന്റെ കുടിയുടെ ആരംഭമായി. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ആരുമില്ലാത്തപ്പോഴാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ സൂക്ഷിക്കേണ്ടത്, നമ്മളെ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് വികാര ജീവികളായ എത്രയോ മഹിളാരത്നങ്ങളുടെ കഥ പറയാനുണ്ട്. പെണ്ണുങ്ങളെ ഞാൻ ആക്ഷേപിക്കുകയല്ല. എത്രയോ മഹിളാരത്നങ്ങൾ തങ്ങളുടെ ശരീരത്ത് സാറാബീവിയുടെ ശരീരത്തിലോട്ട് കടന്നു പിടിക്കാൻ വന്നപ്പോൾ, രാജാവ് കടന്നു പിടിക്കാൻ വേണ്ടി വന്നപ്പോ പറഞ്ഞു, പടച്ചവനെ, ഞാൻ എന്റെ ശരീരം എന്റെ ഭർത്താവിനല്ലാതെ കൊടുത്തിട്ടില്ല. അത് നിന്റെ അടുക്കൽ പുണ്യകരമായ കാര്യമാണെങ്കിൽ ഈ ധിക്കാരിയായ ഭരണാധികാരിയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. സാറാബീവി ഒരൊറ്റ ദുആ അങ്ങോട്ട് ചെയ്തതേ ഉള്ളൂ. രാജാവിന് വിറയൽ വന്നങ്ങ് വീണു. രാജാവ് വീണ്ടും ചാടി എഴുന്നേറ്റു. രാജാവ് കിടന്നിട്ട് പറഞ്ഞു, സാറാ, ഇനി ഞാൻ നിന്നെ തൊടൂല. ഭാവനെ പിടിച്ചതുപോലെയല്ല, ഭാവന രക്ഷിക്കാൻ ലാലുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ആരും വേണ്ട, അള്ളാഹു നേരിട്ട് രക്ഷിക്കുകയാണ്. സഹോദരങ്ങളെ, ദുആ ചെയ്തു സാറ, അള്ളാഹുവേ, ഇയാൾ ഇനി എന്നെ ഒന്നും ചെയ്യൂല, നീ അദ്ദേഹത്തിന്റെ ആരോഗ്യം കൊണ്ട്. നേരെ എണീറ്റപ്പോഴും സാറാബിയുടെ സൗന്ദര്യം കണ്ടപ്പോൾ വല്ലാത്തൊരു വൈകാരികത. കൈ ഇങ്ങനെ നീട്ടി വീണ്ടും, റബ്ബേ, അള്ളാഹുവേ, നീ പണി കൊടുപടച്ചോനെ. ഒറ്റ പണി പെടഞ്ഞവിടെ വീണു. കിടന്നിട്ട് പറഞ്ഞു, എടി, ഇനി ഞാൻ നിന്നെ തൊടൂല. മൂന്നാമത് എഴുന്നേപ്പിച്ച് നിർത്തി.
എന്നിട്ട് പട്ടാളക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, എവളവിടെ ഇറക്കിക്കൊണ്ടുപോ, എവളും മനുഷ്യരല്ല, എന്തോ ജിന്നോ വല്ലതുമാണ്, ഇവിടെ നിന്ന് പിടിച്ചോണ്ട് പൊക്കോളാൻ പറഞ്ഞു. സാറാബി പറഞ്ഞു, അങ്ങനെ പോണില്ല, നീ പിടിക്കാനുള്ള പിടിച്ചിട്ടേ ഞാൻ പോണുള്ളൂ, നീ പിടിച്ചോ, നിന്റെ ആഗ്രഹമില്ല, നീ പിടിച്ചോ. രാജാവ് പറഞ്ഞു, വേണ്ട, പിടിച്ചു മാറ്റാൻ പറഞ്ഞു. ഞാൻ പോവൂല, നിന്റെ ആഗ്രഹം നടക്കട്ടെ. അവസാനം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ചിന്തിക്കുക, സഹോദരങ്ങളെ ചിന്തിക്കുക, എങ്ങനെയെങ്കിലും ഒന്ന് പോയാ മതി എന്ന് രാജാവ് പറഞ്ഞു. ഒരു സമ്മാനം തന്നാലെങ്കിലും പോവോ? എന്ത് സമ്മാനം? ഒരു പെണ്ണിനെ കൂടെ അങ്ങ് തന്നേക്കാം. അങ്ങനെ ഒരു കറുത്ത പെണ്ണിനെ കൂടെ കൊടുത്തു. ആ പെണ്ണിനെയും കൊണ്ട് സാറാ ബിബി ഇബ്രാഹിം നബിയുമായിട്ട് യാത്ര തുടർന്നു. ആ കറുത്ത പെണ്ണാരാ? ആ പെണ്ണാണ് ബീവി ഹാജിറ റളിയല്ലാഹു അൻഹാ. ഇവിടെ മനസ്സിലാക്കാനുള്ളത്, തന്റെ ശരീരം തന്റെ ഭർത്താവിന് മാത്രം കൊടുത്തപ്പോൾ ഒരാപത്ത് ഘട്ടത്തിൽ എന്തുണ്ടായി? നിങ്ങൾ ചിന്തിക്ക് സഹോദരങ്ങളെ, ഉറങ്ങരുതിരുന്നു. തന്റെ ശരീരം വേറെ ആർക്കും കൊടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ മറ്റൊരുത്തനെ കടന്നു പിടിക്കാൻ ശ്രമിച്ചപ്പോ ദുആ ചെയ്തു, നിങ്ങളുടെ ശരീരം വേറെ ആരും തൊട്ടിട്ടില്ല, കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് നാളെ ഒരു ആപത്ത് നിങ്ങൾക്ക് വരുമെന്ന് പേടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദുആ ചെയ്യാം. എന്നിട്ട് പറയാം, അല്ലാഹുവേ, എന്റെ ശരീരം പല ഘട്ടങ്ങളിലും ഞാൻ തെറ്റിലേക്ക് പോകുന്ന സാഹചര്യത്തിലും ഞാൻ എന്റെ ശരീരം ഞാൻ മറ്റാർക്കും കാണിച്ചു കൊടുത്തിട്ടില്ല. ഇതൊന്നും ഒരു സാധനമൊന്നും അല്ല. എന്ത് ശരീരം? ഇതൊക്കെ മണ്ണല്ലേ, മരിച്ച നാറുന്ന സാധനമല്ലേ. എന്താഗ്രഹം മനുഷ്യന്, അതാണ് എല്ലാം, അതിനോടാ താല്പര്യം. ഏറ്റവും നല്ല നിങ്ങൾ ചിന്തിക്കുന്നു, ഇന്ന് മനുഷ്യൻ എന്തിനാ തല്ലി വിടുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞില്ല, കാബീൽ ഹാബീലിനെ കൊന്ന എന്തിനാണ്? ഒരു പെണ്ണിന്. ഞാനത് പറയുന്നതുകൊണ്ട് വിഷമം തോന്നരുത്, ഉലമാക്കൾ പഠിപ്പിക്കുന്നു, വെറും വൃത്തികെട്ട ഒരു അവയവത്തിനു വേണ്ടിയിട്ട് മനുഷ്യൻ എന്ന് ചാവുകയാണ്, മരിക്കുകയാണ്. ഒരു വൃത്തികെട്ട അവയവത്തിന്, അവന്റെ വികാര പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് മനുഷ്യൻ, അവൻ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ല പാനീയം ഏതാണ്? പറയും. ഏറ്റവും നല്ല പാനീയം അള്ളാഹു ഇറക്കിയതിന് ഏറ്റവും നല്ല പാനീയം ഏതാണ്? സവനപ്പ. ഏറ്റവും നല്ല പാനീയം ഏതാണ്? ഖുർആൻ പറഞ്ഞല്ലോ. ഏതാണ്? തേന്. തേൻ. ആ തേൻ എവിടെന്നാ വരുന്നേ? തേനീച്ചയുടെ വിസർജ്യമല്ലേ പ്രിയപ്പെട്ടവരെ? ഏറ്റവും നല്ല മണമുള്ള കസ്തൂരി, അത് കസ്തൂരി മാനിന്റെ പൊക്കിൽ കൊടിയിൽ നിന്ന് വിടുന്നതല്ലേ? ഏറ്റവും നല്ല വസ്ത്രമായ പട്ട്, അത് പട്ടുനൂൽ പുഴുവിന്റെ വിസർജ്യമാണ്. ഇതാണ് ദുനിയാവ്. അള്ളാഹു വിലക്കിയ കനി തിന്ന് വയറിനങ്ങോട്ട് എരച്ചിൽ വന്നപ്പോ, വയറിന് വല്ലാത്ത അസ്വസ്ഥത വന്നപ്പോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വയറിനൊക്കെ ഒരു അസ്വസ്ഥത. കാരണം അവിടെ ഈ ബാത്റൂമിൽ പോക്കൊന്നും ഇല്ലല്ലോ. അവിടെ പിന്നെ കക്കൂസി പോക്കും, മൂത്രൊഴുപ്പും, ബാത്റൂമിൽ പോക്കും, ടോയ്ലറ്റിൽ പോക്കും, മൂക്ക് ചീറ്റലും തുപ്പലൊന്നും സ്വർഗത്തിയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ഏമ്പക്ക മാത്രമേ ഉള്ളൂ. ഏമ്പക്കത്തിലൂടെയാണ് എല്ലാ വിസർജനം. ആ ഏമ്പക്കത്തിന് കസ്തൂരിയുടെ വാസന ഉണ്ടെന്ന് ഷഫീഉനാ മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊന്നുമില്ല. വിലക്കപ്പെട്ട കനി നിന്നപ്പോ വയറിനകത്തൊരു വെപ്രാളം തുടങ്ങി. ആദം നബിയോട് അള്ള പറഞ്ഞു, ഇവിടെ കക്കൂസൊന്നുമില്ല, വേണമെങ്കിൽ പോയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ആദം നബി കക്കൂസി പോകാൻ വേണ്ടി വന്നതാണ് ദുനിയാവ്. ഇത്രേ ഉള്ളൂ. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള ബോധം തരട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, വികാരത്തോട് വിട പറഞ്ഞുകൊണ്ട് പടച്ചതമ്പുരാൻ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കഥ പറയുമ്പോൾ സഹോദരങ്ങളെ, നമുക്ക് ചിന്തിക്കാൻ ഒരുപാട് കഥകൾ അതിനകത്തടങ്ങിയിട്ടുണ്ട്. പറയാൻ നമുക്ക് സമയമില്ല. എത്രയോ മഹാരഥന്മാരാ. നിങ്ങൾക്കറിയുമോ ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു? അദ്ദേഹത്തിന്റെ പേരിന്റെ അർത്ഥം അറിയുമോ? ഹാത്തമുൽ അസ്സം എന്ന് പറഞ്ഞ ചെകിട് പൊട്ടനായ ഹാത്തം എന്നാണ്. അദ്ദേഹത്തിന് മറ്റൊരു പേരുണ്ട്, ഹാത്തമുൽ അഅ്മാ, കണ്ണ് കണ്ടുകൂടാത്ത അമ്പനായ ഹാത്തം എന്നാണ്. എന്താ പേര് കിട്ടാൻ കാരണമെന്നറിയുമോ? ഹാത്തം ഒരിക്കലും അമ്പനല്ല, ബധിരനല്ല, മൂകനല്ല. മിണ്ടാൻ കഴിയും, കാണാൻ കഴിയും, കേൾക്കാൻ കഴിയുന്ന നല്ല ആരോഗ്യ പിടകാപ്രനായ മനുഷ്യനാണ്. ഈ ഹാത്തമുൽ അസ്സമിന് പേര് വരാനുള്ള കാരണം എന്തെന്നറിയോ? ഒരു ദിവസം നടന്നു വരുമ്പോൾ പാടയോരത്ത് കുറെ പെണ്ണുങ്ങൾ നിൽക്കുകയാണ്. ആ പെണ്ണുങ്ങളെ കണ്ടപ്പോ ആ പെണ്ണുങ്ങൾ
പെണ്ണുങ്ങളെ കണ്ടപ്പോ ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, റബ്ബേ പെണ്ണുങ്ങളെ കാണേണ്ടി വരുമല്ലോ. ആ സമയത്ത് ഹാത്തം എന്ത് ചെയ്തെന്നറിയോ? കണ്ണ് കൂടാത്തവരെ പോലെ അഭിനയിക്കുകയാണ്. കണ്ണിറുക്കി അടച്ചുകൊണ്ട് കാലിങ്ങനെ തപ്പിത്തടഞ്ഞ് കാലിങ്ങനെ വേച്ച് നടക്കാനൊരുങ്ങി. ആളുകളെ ചെറുപ്പക്കാരത് കണ്ടുമുട്ടി. ആ ചെറുപ്പക്കാര് ഓടി വന്ന് ഹാത്തമുൽ അസ്സമിന്റെ കൈ പിടിച്ചിട്ട് റോഡ് മുറിച്ച് കടത്തി. എന്നിട്ട് അവരവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവേ ഞങ്ങളെ ആരെയും ഇയാളെ പോലെ അന്ധനാക്കല്ലേ അല്ലാ. ആരുടെ മുമ്പിലാണ് ആരക്കുന്നത്? ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു അന്ധനല്ല. പക്ഷെ വഴിവക്കില് പെണ്ണുങ്ങൾ നിന്നപ്പോ ആ പെണ്ണുങ്ങളെ കാണാതിരിക്കാ ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു അന്ധനെ പോലെ നടന്നതാണ്. ചെറുപ്പക്കാര് കൈപിടിച്ചിട്ട് റോഡ് മുറിച്ചപ്പുറത്ത് കടത്തി. എന്നിട്ട് അവരൊരു ആരന്നപ്പോൾ ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു ഊറിച്ചിരിച്ചു. ശഖീഖുൽ ബൽഖി എന്ന് പറയുന്ന ഉസ്താദിന്റെ അടുത്ത് 30 കൊല്ലം പഠിച്ച മഹാനാണ്. ഒരു ദിവസം പഠനത്തിന്റെ അവസാന നിമിഷത്തില് തന്റെ ശിഷ്യനെ കൂടെ മഹാനായ ഹാത്തമുൽ അസ്സം ഉസ്താദിന്റെ അടുത്ത് കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോകുമ്പോ സഹോദരങ്ങളെ എല്ലാം കഴിഞ്ഞു, പഠനം കഴിഞ്ഞു, ഭക്ഷണം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹുവിനോട് ശിഷ്യൻ പറയുകയാണ്, ഉസ്താദേ എല്ലാം റാഹത്താണ്, പക്ഷേ നിങ്ങളുടെ ഉസ്താദ് ശഖീഖുൽ ബൽഖിയുടെ വീട്ടില് അവിടെ ഭക്ഷണം കഴിച്ചതിന് ശേഷം വെള്ളം കൊണ്ടുവച്ചത് പെണ്ണുങ്ങളാണ് കൈ കഴുകാൻ. അതപ്പുറ ശരിയായ നടപടിയല്ല. ഇത് പറഞ്ഞപ്പോൾ ഹാത്തമുൽ അസ്സം പറഞ്ഞതെന്തെന്നറിയോ? എന്റെ പൊന്നുമോനെ, 30 കൊല്ലം കൊണ്ട് ഞാൻ അവിടെ പഠിക്കാൻ പോവുകയാണ്. ഈ സെക്കൻഡ് വരെയും ഞാൻ ആരാണ് ഭക്ഷണം കൊണ്ടുവച്ചതെന്ന് കണ്ടിട്ടില്ല, ആരാണ് വെള്ളം കൊണ്ടുവച്ചതെന്ന് കണ്ടിട്ടില്ല, ആരാണ് കൈ കഴുകാൻ വെള്ളം വെച്ചതെന്ന് കണ്ടിട്ടില്ല. ഒരൊറ്റ ദിവസം കൊണ്ട് നീ അത് കണ്ടുപിടിച്ചല്ലോ. നിന്റെ കണ്ണുകൊണ്ട് നീ അല്ലാഹുവിനെ ധിക്കാരം പ്രവർത്തിച്ചിരിക്കുകയാണ്. ഇതാണ് ഹാത്തമുൽ അസ്സം. സഹോദരങ്ങളെ, 30 വർഷം ഉസ്താദിന്റെ ചാരത്ത് പഠിക്കാൻ പോയിട്ട് ആരാണ് ഭക്ഷണം വിളമ്പുന്നതെന്ന് കണ്ടിട്ടില്ല. അത്രയും വലിയ തികഞ്ഞ ഈമാനികമായ ആവേശമുണ്ടായിരുന്നെങ്കിൽ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണേ. വായി നോക്കി വെയിറ്റിംഗ് ഷെഡിൽ നിൽക്കുന്ന ഈ എരപ്പാളികളല്ല നമ്മള് ഓരോരുത്തരും മാതൃകയാക്കേണ്ടത്. പിന്നെയോ നമ്മൾ മാതൃകയാക്കേണ്ടത് ഇതുപോലുള്ള മഹാരഥന്മാരെയാണ്. സഹോദരങ്ങള്, ഇന്ന് വികാരമുണ്ടാകാം. മരുന്ന് കമ്പനികൾ മരുന്നിറക്കുമ്പോ അതിന്റെ പരസ്യം കാണിക്കുമ്പോൾ നിങ്ങൾക്ക് വികാരം വരണോ, മരുന്ന് തരാമെന്ന് പത്രപരസ്യം നടത്തുമ്പോ ഫോൺ കോൾ വിളിച്ചിട്ട് പറയുമ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ദുർവികാരങ്ങൾ വരാതിരിക്കാനുള്ള ഒരു മരുന്ന് ഞാൻ നിങ്ങൾക്ക് തരാം. 1000 വട്ടം എന്നോട് അതിലൊരു വട്ടം നിങ്ങളോട് പറയുകയാണ്. സഹോദരങ്ങളെ, ദുർവികാരങ്ങൾ വരാതിരിക്കാൻ ഭാര്യയുടെ അടുത്ത് പോകുന്ന കാര്യമല്ല, നമുക്ക് വികാരം വരാതിരിക്കാൻ മറ്റുള്ള ദിശീലങ്ങളിലേക്ക് കാലുവെക്കാതിരിക്കാൻ ഒരൊറ്റ ദുആ ഞാൻ പറഞ്ഞു തരാ. സഹോദരങ്ങള് ചിന്തിക്കണേ. മഹാനായ സഹൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു ഹിജ്റ 201 ജീവിച്ചിരുന്ന മഹാനാണ്. മഹാനായ സഹൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ദുർവികാരങ്ങളില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ദുർവികാരങ്ങൾ വന്നിട്ടില്ല. മഹാനവറുകളോട് ശിഷ്യന്മാര് ചോദിച്ചു, എന്തേ സഹൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി നിങ്ങൾക്ക് വികാരമില്ലാത്തത്? ആ സമയത്ത് അദ്ദേഹത്തിന്റെ മറുപടി എന്തെന്നറിയോ? അദ്ദേഹത്തിന്റെ മറുപടി, എന്റെ അമ്മാവനെ മുഹമ്മദ് ഇബ്നു സിവാറിന്റെ വീട്ടിൽ ഞാൻ ചെറിയ പ്രായത്തിൽ പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒരു രാത്രി അദ്ദേഹം എന്ത് ചെയ്യുമെന്നറിയാൻ എഴുന്നേറ്റ് നോക്കുമ്പോ അദ്ദേഹം നിസ്കരിക്കുകയാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഏ സഹിലേ, നീ അല്ലാഹനെ സ്മരിക്കണേ. ഞാൻ പറഞ്ഞു, അമ്മാവാ എനിക്കറിയില്ല എങ്ങനെയെന്ന്. ആ സമയത്ത് എന്റെ അമ്മാവൻ എനിക്കൊരു ദിക്ർ പഠിപ്പിച്ചിരുന്നു. ആ ദിക്ർ ഞാൻ ആവർത്തിക്കുകയാണ്, ആ ദിക്ർ ഞാൻ പഠിക്കുകയാണ്, ആ ദിക്ർ ഞാൻ അന്ന് മുതൽ ആവർത്തിക്കാൻ തുടങ്ങി. അതിനുശേഷം എനിക്ക് ദുർവികാരങ്ങളില്ല. സഹോദരങ്ങളെ, 11 പ്രാവശ്യം കിടക്കുമ്പോൾ പറയാൻ നിങ്ങൾക്ക് കഴിയോ? എളുപ്പമുള്ള ഒരു ദിക്റാണ്. അല്ലാഹു സത്യം നമുക്ക് ദുർവികാരങ്ങൾ
വരില്ല. എന്താണ് മഹാനായ സഹൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു അമ്മാവനെ മുഹമ്മദ് ഇബ്നു സിബാർ പഠിപ്പിച്ചു കൊടുത്ത ആ ദിക്ർ പഠിപ്പിച്ചു കൊടുത്തു തന്റെ ശിഷ്യഗണങ്ങൾക്ക്. കിടക്കാൻ നേരത്തൊന്ന് 11 വട്ടം പറയുമോ? എന്താണെന്നറിയോ? അല്ലാഹു നാലിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ, അല്ലാഹു നാലിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. അല്ലാഹു നാലിരി, അവൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ഷാഹിദി, അവൻ എന്റെ സമീപസ്ഥനാണ്. അല്ലാഹു മഈ, അവൻ എന്നോടൊപ്പമുണ്ട്. ഈ ദുആ ഞാൻ പതിവാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ ജീവിതത്തിൽ ദുർവികാരങ്ങൾ വന്നിട്ടില്ല. ഇന്ന് മുതൽ ചൊല്ലിക്കോളി. നമ്മൾ വഴല് വെച്ച് ആള് കൂടി ആള് കുറഞ്ഞു, അല്ലെങ്കിൽ പൈസ പിരിഞ്ഞു പൈസ പിരിഞ്ഞില്ല, വഴല് കൊള്ളാം കൊള്ളൂല, ഇതൊക്കെ പറഞ്ഞ അഭിപ്രായം പറഞ്ഞാൽ നിങ്ങൾ എന്ത് നല്ല അഭിപ്രായം പറഞ്ഞാലും എനിക്ക് യാതൊരു ചാട്ടവുമില്ല. നിങ്ങൾ അഭിപ്രായ കേട് പറഞ്ഞാൽ എനിക്കതിൽ വാട്ടവുമില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും അതിനു മുമ്പ് പറയിപ്പിച്ച സംഘാടകർ നന്നാകണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഇന്നത്തെ രാത്രി മുതൽ 11 വട്ടം ചൊല്ലിക്കോളി. അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. ദുർവികാരങ്ങൾ ഉണ്ടാവൂല. അല്ലാഹു നമ്മളെ നന്നാക്കട്ടെ. അതുകൊണ്ട് രണ്ടാമത്തെ പക്ഷി കോഴി, അതിന്റെ വികാരം നമ്മൾ മാറ്റിവെക്കുക. ഇനി 2 പക്ഷിയുടെ കാര്യം പറയാണ്ട് 15 മിനിറ്റ് കൊണ്ട് ഞാൻ ചുരുക്കി പറയാം. മൂന്നാമത്തെ പക്ഷി ഏതാണ്? മൂന്നാമത്തെ പക്ഷി ഏതാണ് സഹോദരങ്ങളെ? മൂന്നാമത്തെ പക്ഷി ഖുറാബ്, കാക്കയാണ്. കാക്കയുടെ സ്വഭാവം എന്താ? വീട്ടുമുറ്റത്ത് വന്ന് കാക്ക ഇരുന്നാൽ ആ കാക്കയ്ക്ക് നമ്മൾ അല്പം അരി നുള്ളിയിട്ട് കൊടുത്താൽ, അല്ലെങ്കിൽ ഗോതമ്പെടുത്ത് കുറച്ചിട്ട് കൊടുത്താൽ ആ കാക്ക തിന്നുകൊണ്ട് വീണ്ടും വിളിക്കും, വീണ്ടും വിളിക്കും. അല്പം കൂടെ ഇട്ട് കൊടുത്താലും വിളിക്കും. ആ അരി കലം മുഴുവനും തട്ടിക്കൊടുത്താലും വിളിക്കും. കല്ലെടുത്ത് അവസാനം എറിഞ്ഞാൽ അത് അപ്പുറത്തെ വീട്ടിന്റെ മുമ്പ് പോയിരുന്ന് വീണ്ടും വിളിക്കും. എന്താ കാക്കയുടെ സ്വഭാവം? പറയ്. കാക്കയുടെ സ്വഭാവം എന്താണ്? ഹിർസുൽ ഖുറാബ്, കാക്കയുടെ അത്യാഗ്രഹമാണ്. കാക്കയുടെ അത്യാഗ്രഹമാണ്. സഹോദരങ്ങളെ ചിന്തിക്കണേ, കാക്കയുടെ അത്യാഗ്രഹമാണ്. മൂന്നാമത്തെ പക്ഷി, അതിന്റെ സ്വഭാവം അത്യാഗ്രഹമാണ്. അത് ജീവിതത്തിൽ നിന്ന് അറുത്തുമാറ്റേണ്ടതാണ്. സുബ്ഹാനല്ലാഹ്, ഇന്ന് മനുഷ്യന്റെ സ്വഭാവം എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വർണത്തിനാലുള്ള ഒരു ചരിവന് കിട്ടിയാൽ രണ്ടാമത്തതിന് അവന് കൊതിക്കുന്നതാണ്. 2 കിട്ടിയാൽ 3 കൊതിക്കുന്നതാണ്. ഒരു വണ്ടി എടുത്താൽ രണ്ടാമത്തെ വണ്ടി കൊതിക്കും. ഒരു വീട് വെച്ചാൽ മറ്റൊരു വീട് കൂടി കൊതിക്കും. അങ്ങനെ മനുഷ്യന്റെ അത്യാഗ്രഹം തീരൂല. അവസാന റസൂലുള്ള പറയുകയാണ്, അവന്റെ പള്ള നിറയ്ക്കാൻ മണ്ണിനെ കഴിയോ? അവന്റെ പള്ള നിറയ്ക്കാൻ മണ്ണിനെ കഴിയോ എന്ന് പറഞ്ഞാൽ മണ്ണിൽ കൊണ്ടുവെക്കുന്നത് വരെ, അവനെ കബറിലേക്ക് കൊണ്ടുവെക്കുന്നത് വരെ അവൻ അത്യാഗ്രഹം വരുമെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ റസൂൽ പറഞ്ഞല്ലോ. ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങളും വാർദ്ധക്യത്തിലെത്തും. കാല് വയസ്സാവൂലേ? ആവൂലേ? കാല് വയസ്സാവും. ഇപ്പൊ നമ്മൾ കാല് പൊക്കടാന്ന് പറഞ്ഞാൽ കാല് പൊക്കും, താക്കടാന്ന് പറഞ്ഞാൽ കാല് താക്കും, ഇങ്ങോട്ട് ആക്കടാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും. പക്ഷെ പ്രായമായി കഴിഞ്ഞാൽ കാല് പൊക്കടി എന്ന് പറയേണ്ടി വരും. കാരണം എന്താ? ഭാര്യ പിടിച്ചിട്ട് പൊക്കണം, അല്ലാതെ പൊങ്ങൂല, അല്ലാതെ പൊങ്ങൂല. കൈ വാർദ്ധക്യത്തിലെത്തൂലേ? കൈ, മക്കളെ ഒന്ന് കൈ എടുത്ത് അങ്ങോട്ട് വെച്ച് ഇങ്ങനെ അവസാനം പൊക്കിയെടുത്ത് വെക്കേണ്ടി വരും. തല അനങ്ങൂല. കണ്ണ് വാർദ്ധക്യത്തിലെത്തും, കാഴ്ച നഷ്ടപ്പെടും. കാത് വാർദ്ധക്യത്തിലെത്തും. എന്തിനേറെ അവന്റെ തൊലി പോലും വാർദ്ധക്യത്തിലെത്തും. വട്ടി വരണ്ട വയലേലകൾ പോലെ വിണ്ടു കീറും. അള്ളാന്റെ റസൂല് പറഞ്ഞു, എല്ലാം വാർദ്ധക്യത്തിലെത്തുമെങ്കിലും മനുഷ്യന് എപ്പോഴും നല്ല യുവത്വത്തിന്റെ പ്രസരിപ്പായി ഇരിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന് അൽ ഹിർസു വൽ അമലു. ഏതൊക്കെയാ? ഒന്ന്, ഇനിയും കുറെ നാളുടെ ജീവിക്കണമെന്ന മോഹവും കുറെ കൂടെ ഉണ്ടാക്കിയ കൊള്ളാന്നുള്ള അത്യാഗ്രഹവും. മരിക്കാൻ കിടന്നാലും ഇത് 2 മാറൂല. എന്താ നിങ്ങളുടെ ഇപ്പോഴത്തെ ആഗ്രഹം? ഒരു 10 കൊല്ലം കൂടെ ജീവിച്ചാൽ കൊള്ളാം. ആരാ പറയുന്നത്? 90 വയസ്സെത്തിയ ആളാ പറയുന്ന ഒരു 10 കൊല്ലം കൂടെ ജീവിച്ചാൽ കൊള്ളാം. ഈ ബാക്കി 20 കൊല്ലം അള്ളാഹ് ഔദാര്യമായിട്ട് തന്നതാണ്. 60-70 ഇടയിൽ മരിക്കേണ്ട നീ
അതല്ലേ റസൂല് പറഞ്ഞു, എന്റെ ഉമ്മത്തിന്റെ പ്രായം 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്. അതിനു മുമ്പ് മരിക്കുന്നവർ പെട്ടെന്ന് മരണപ്പെട്ടു, അതിനുശേഷം മരിക്കുന്നവർക്ക് എന്തോ ഭാഗ്യം കിട്ടി, എത്ര തന്നെ. എന്റെ സഹോദരങ്ങളെ, അതുകൊണ്ട് ചിന്തിച്ചോളീൻ, അത്യാഗ്രഹം ഒരിക്കലും മനുഷ്യനെ കൊണ്ട് മാറൂല, മാറ്റാൻ പറ്റൂല. അത്രത്തോളം അത്യാഗ്രഹികളായി മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. എത്ര കിട്ടിയാലും അവൻ ആർത്തി തീരൂല, വീണ്ടും വീണ്ടും കിട്ടണമെന്ന ആഗ്രഹം. ഇതല്ലേ അള്ളാഹുവിന്റെ റസൂല് ഗനീമത്ത് സ്വത്ത് വീതിച്ചു കൊടുക്കുന്ന ഒരു സമയത്ത് യുദ്ധത്തിൽ നിന്ന് കിട്ടിയ സമരാധിത സ്വത്ത് വീതിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോ കുറെ ആളുകൾക്ക് അല്ലാഹുവിന്റെ റസൂല് കൊടുത്തില്ല, കുറച്ച് ആളുകൾക്ക് നബി തങ്ങൾ കൊടുത്തു. ആ സമയത്ത് കിട്ടാത്തവരുടെ മനസ്സിൽ വല്ലാത്ത വേദന വന്നു. സഹോദരങ്ങളെ, അത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് പെട്ടെന്ന് മിമ്പറിൽ കയറിയിട്ട് പ്രസംഗിക്കുകയാണ്. അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, സഹാബത്തെ, ആഖിലു അഖ്വാമൻ ഫീ ഖുലൂബിഹിമുൽ ഗിനാ വൽ ഖൈർ ഓതി അഖ്വാമൻ ഫീ ഖുലൂബിഹിമുൽ ജസാ വൽ ഹലാ. ഞാൻ കുറെ ആളുകൾക്ക് വീതിച്ചു കൊടുത്തു സ്വത്ത്. അതാർക്കും അറിയോ? അവരുടെ മനസ്സിനകത്ത് അത്യാഗ്രഹം ഉണ്ടായിരുന്നു. കിട്ടിയില്ലല്ലോ. കുറച്ചു പേർക്ക് ഞാൻ കൊടുത്തിട്ടില്ല. അവരാരെന്നറിയോ? അവരുടെ മനസ്സ് സമ്പന്നമാണ്, അവർക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് ആഗ്രഹമുള്ളവരാ. അതുകൊണ്ട് കിട്ടാത്തവരെ നിങ്ങൾ സങ്കടപ്പെടണ്ട, നിങ്ങളുടെ മനസ്സിൽ സമ്പന്നതയാണ്, ധന്യതയാണ്. അള്ളാഹുവിന്റെ റസൂല് പറയുന്ന ഈ ഒരൊറ്റ വാക്ക് കേട്ടിട്ട് സഹാബത്ത് എഴുന്നേറ്റ് ഒരേ സ്വരത്തിൽ പറഞ്ഞു, നബിയെ, ചുവന്ന ഒട്ടകം കിട്ടുന്നതിനേക്കാൾ ഞങ്ങൾക്ക് നല്ലത് നിങ്ങളെ ഈ വാക്കാം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് അത്യാഗ്രഹമില്ലെന്ന് പറഞ്ഞല്ലോ, സന്തോഷമായി. നമ്മളോ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നോക്ക്, ഇന്നും അതിര് തർക്കത്തിന്റെ പേരില് കൊല്ലാക്കൊല നടത്തിക്കൊണ്ടിരിക്കുന്നവരുണ്ട്, അല്ലേ? ഒരു ശകലം നമുക്ക് കിട്ടിയിട്ട് എന്തു ചെയ്യാനാണ്? ഒരു കല്ലെടുത്ത് പാതിരാത്രി ആരും കാണാതെ വിശ്വാസികൾ തഹജ്ജുദിന് എഴുന്നേൽക്കുമ്പോ അവനും പെട്ടാട്ടിയും കൊണ്ട് എഴുന്നേറ്റിട്ട് കുറ്റി അങ്ങോട്ട് മാറ്റിയിടും, കല്ല് മാറ്റിയിടും. രാത്രി കല്ല് മാറ്റി അപ്പൊ അറിയില്ലല്ലോ, അല്പാൽപ്പം മാറ്റിയാൽ അവസാനം അപ്പുറത്തവന്റെ വീട്ടില് മകളെ കെട്ടിക്കാനുള്ള പ്രായമായി കെട്ടിക്കുന്ന സമയത്ത് വസ്തു അളക്കും. എന്തിനാണ്? അവക്ക് എഴുതി കൊടുക്കാൻ. അങ്ങനെ വരുമ്പോ അവരുടെ 3 സെന്റ് കാണാനില്ല. അങ്ങനെ വരുമ്പോൾ പ്രശ്നമായി. അപ്പോഴ് കാക്ക ആരും അറിഞ്ഞില്ലെന്നാണ് അവന്റെ വിചാരം. പക്ഷെ അള്ളാഹു അറിയുന്നുണ്ടല്ലോ. അവൻ ഇങ്ങനെ കൊടവേറൊക്കെ തടകിയിട്ട് പറയും, ഇനിയിപ്പോ എന്ത് ചെയ്യാൻ, നിങ്ങൾ നമ്മളെ തന്നെ പറയും, നമുക്ക് നല്ലതുപോലെ അറിയാം, തർക്കം വേണ്ട, 3 സെന്റിന്റെ കുറവല്ലേ, പകുതി ഞാൻ സഹിച്ചോളാം, പകുതി നീ സഹിച്ചോ എന്ന് പറയും. അപ്പൊ എങ്ങനെ നോക്കിയാലും 1.5 സെന്റ് ലാഭം അവനെ തന്നെ, 1.5 സെന്റ് ലാഭം അവനെ തന്നെ. ഇത് കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ്? എന്തിനാണിത്? അലക്സാണ്ടർ ചക്രവർത്തി വെട്ടിപ്പിടിച്ച് രോഗം മുഴുവനും വെട്ടിപ്പിടിച്ച് അവസാനം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മാതാവ്, ആ മാതാവിന്റെ വീട്ടിൽ നിന്ന് അലക്സാണ്ടർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ വരാൻ 8 മണിക്കൂർ യാത്ര ചെയ്യണം. 8 മണിക്കൂർ യാത്ര ചെയ്യണം. മോനെ, നിന്നെ ഒന്ന് കണ്ടോളാൻ വയ്യടാ ഉമ്മക്ക്. അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞു, ഒരു രാജ്യം കൂടെ കൊണ്ടത് കഴിഞ്ഞിട്ട് ഞാൻ വന്നോളാം. അങ്ങനെ വെട്ടിപ്പിടിച്ച് അവസാനം ഇന്ത്യയിൽ വന്ന് മടങ്ങി പോകുമ്പോൾ മാരകമായ രോഗം പിടിപെട്ടും മരണക്കിടക്കയിലാണ്. അലക്സാണ്ടർ ചക്രവർത്തിയോട് ഡോക്ടർമാര് വന്നിട്ട് പറഞ്ഞു, രാജാവേ, 6 മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾ തട്ടിപ്പോകും. അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞു, വേറെ ഒരു വഴിയില്ല, എനിക്കെന്നാൽ ഒരു 2 മണിക്കൂർ കൂടി നിങ്ങളുടെ ഔദാര്യമായി തരണം. 8 മണിക്കൂർ എനിക്ക് വേണം. എന്താ? എന്റെ ഉമ്മ എന്നെ കാണാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്, അവരൊന്ന് വന്നോട്ടെ, ഒന്ന് കണ്ടോട്ടെ. ആ സമയത്ത് ഡോക്ടർമാര് പറഞ്ഞു, കഴിയില്ല, 6 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞു, എനിക്ക് ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, നിങ്ങൾ എന്റെ 2 കൈയും പുറത്തോട്ടിട്ട് വേണം കൊണ്ടുപോകാൻ. ഞാൻ മരിക്കുമ്പോ എന്റെ 2 കൈയും പൊതിയാതെ പുറത്തേക്കിടണം, ആളുകൾ അത് കാണണം. എന്തിനാന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ആളുകൾ കണ്ടിട്ട് മനസ്സിലാക്കണം ഞാൻ ഒന്നും കൊണ്ടുപോയിട്ടില്ല. നമ്മൾ എന്തെങ്കിലും കൊണ്ടുവന്നോ? ഇല്ല. എന്തെങ്കിലും നേടിയോ? കുറച്ചൊക്കെ നേടി. എന്തെങ്കിലും കൊണ്ടുപോകുമോ? ഒന്നും കൊണ്ടുപോകൂല. അപ്പൊ ഈ നേടിയത് നമ്മൾ സുഖിച്ചു, സന്തോഷിച്ചു. അതുകൊണ്ടാണ് പറയുന്നത്, ഉണ്ടാക്കുന്നൊക്കെ തിന്നണം, അല്ലാതെ പല്ല് തേപ്പില്ല. ഉസ്താദെ, പല്ല് തേച്ചിട്ട് 3 ആഴ്ച കഴിഞ്ഞു, ഭക്ഷണം കഴിച്ചില്ല, ബാത്റൂമിൽ പോയില്ല, കുളിച്ചില്ല, നനച്ചില്ല, ഒന്നും ചെയ്തില്ല. എന്താ? അവിടെ തിരക്കല്ലേ, അവിടെ പോകുമ്പോ അവിടെ നിന്ന് വിളിയത്, അങ്ങനെ പോകും. ഇതെല്ലാം കഴിഞ്ഞ് എല്ലാം കൂടെ ഉണ്ടാക്കി കെട്ടിപ്പിടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അവസാനം ഇത് തിന്നാൻ വേണ്ടി ഇരിക്കുമ്പോ ഭാര്യ അപ്പം ചുട്ടോണ്ട് വരുമ്പോൾ പറയും, എനിക്ക് തിന്നൂടാ, ഉപ്പ് കൂട്ടിക്കൂടാ, മധുരം കൂട്ടിക്കൂടാ, പുളി കൂട്ടിക്കൂടാ, ഒന്നും കൂട്ടിക്കൂടാ. അവസാനം ചപ്പാത്തി പച്ചവെള്ളത്തിൽ മുക്കിയിട്ട് തിന്നുകൊണ്ടിരിക്കുകയാണ്.
എന്ന് പറഞ്ഞാൽ ഈ ഉണ്ടാക്കിയതൊന്നും തിന്നാനും സുഖിക്കാനുള്ള യോഗം നിനക്കില്ല. ഇതല്ലേ രാജാവിന്റെ മുമ്പിൽ വന്നിട്ട് നിലവിളിച്ചിട്ട് പറയുകയാണ്, ഒന്നുമില്ല രാജാ, ഒന്നുമില്ല, എനിക്കൊന്നുമില്ല, പാപമായി പോയി ഞാൻ എന്ന് പറഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു, നിനക്ക് എന്താ വേണ്ടത്? ആ സമയത്ത് രാജാവിനോട് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും തരുമോ? ശരി, നിനക്ക് ഞാൻ കുറച്ച് പുരയിടം തരാ, സന്തോഷമായി, എത്രയാണ് വേണ്ടത്? അത് നിങ്ങളുടെ ഇഷ്ടമാണ്. രാജാവ് പറഞ്ഞൊരു കാര്യം ചെയ്യ്, നീ നടക്ക്, ഇവിടെ നിന്ന് നടന്നോ, എവിടെ നിൽക്കും ഓടംബരം കഴി തന്നേക്കാം. ഓ, ഇതിനപ്പുറം ഇനി എന്തെങ്കിലും സന്തോഷം വരാനുണ്ടോ? രാജാവ് പറഞ്ഞു, നീ എവിടെ നിൽക്കും അവിടം വരെ എഴുതി തന്നേക്കാം. ഇയാള് നടന്നിട്ട് കുറെ ദൂരം ചെന്ന് തിരിഞ്ഞു നോക്കിയപ്പോ ഒരുപാട് ദൂരമായി. ആ അത്യാഗ്രഹം കൂടി, ആർത്തി കൂടി, അയാൾ ഓടി. കാരണം നിന്ന അവിടം വരെ എഴുതി കൊടുക്കില്ലേ, ഇയാൾ നിന്നില്ല, ഓടി റബ്ബർ തോട്ടത്തിൽ ഇറങ്ങി, വാഴത്തോട്ടത്തിൽ കയറി, തെങ്ങും തോട്ടത്തിൽ ഇറങ്ങി, ഓടി ഇങ്ങനെ രാജാവും പരിവാരങ്ങളും ബാക്കിൽ നിന്ന് ഓടുക. കാരണം എന്താ, അവരാക്രാന്തം കൊണ്ട് ഓടുന്നത്, ഇവര് അളക്കാൻ വേണ്ടി ഓടുന്നവരാ. അങ്ങനെ ഓടി അവസാനം കൊട്ടാരത്തിന്റെ മറുഭാഗത്ത് വന്നു. അയാൾ വന്നവിടെ നിന്നു, കുഴഞ്ഞങ്ങ് വീണു, വായിലൂടെ നുരയും പതയും വന്നു, അവിടെ കിടന്നങ്ങ് ചത്തു. ഇയാൾ ഓടിയതല്ലേ. രാജാവിന്റെ അടുക്കൽ വന്ന് ബന്ധുക്കൾ പറഞ്ഞു, ഇനി എന്ത് ചെയ്യും രാജൻ? എന്ത് ചെയ്യാനാണ്? ബന്ധുക്കൾ പറഞ്ഞു, ഇവനെ കുഴിച്ചിടാൻ കുറച്ച് മണ്ണ് ഒടിക്കുക, അത്ര മതി, വേറൊന്നും വേണ്ട. അങ്ങനെ കുറച്ച് മണ്ണ് കൊടുത്തു. 6 അടി മണ്ണിനകത്ത് ഇവനെടുത്ത് കിടത്തി, മണ്ണിട്ട് മൂടി, അവരങ്ങ് പോയി. ഇത്രയല്ലേ ഉള്ളൂ മനുഷ്യൻ. കുറെ ഓടി സമ്പാദിച്ച് അവിടെ കൂടെ, തൃശ്ശൂർ കൂടെ, എറണാകുളത്തൂടെ ഓടി, ആലപ്പുഴ വഴി നേരെ മലപ്പുറത്ത് ചെന്ന് കോഴിക്കോട് വഴി ഇങ്ങനെ ഓടി വന്ന് ഉണ്ടാക്കി എല്ലാം കൊണ്ടുവന്ന് അവസാനം മരിക്കുമ്പോ ഇവൻ എന്ത് കൊണ്ടുപോകും? ഒന്നും കൊണ്ടുപോകൂല. അതുകൊണ്ട് ഉണ്ടാക്കുന്നത് തിന്നുക, സുഖിക്കുക, ഇബാദത്ത് ചെയ്യുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. അത്യാഗ്രഹമൊക്കെ മാറ്റി വെച്ചോളി. നമ്മളൊന്നും കൊണ്ടുപോകൂല, അല്ലെങ്കിൽ തന്നെ ലോകമൊക്കെ അവസാനിക്കാറായി. ഇനിയിപ്പോ എന്താ ഉള്ളത്? വലിയ 5 6 അടയാളങ്ങൾ വരാറുണ്ട്, ബാക്കിയെല്ലാം വന്ന്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. അത് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, 4ാമത്തെ പക്ഷി ഏതാണ്? നസ്റുന്നത് പരുന്താണ്. മറക്കല്ലേ, പരുന്തിന്റെ സ്വഭാവം എന്താ? ഉജുബുന്നസുരീ, പരുന്തിന്റെ ഉൾനാട്യമാണ്, പരുന്തിന്റെ ദംഭ, പരുന്തിന്റെ അഹംഭാവമാണ്. പരുന്തിനൊരു അഹംഭാവമുണ്ട്. പാറിപ്പറന്ന് പോകുമ്പോഴും പരുന്ത് ചിന്തിക്കുന്നത് എല്ലാം എന്റെ താഴെയെന്നാണ്, എല്ലാവരെക്കാളും മുകളിലാണ് താനെന്നാണ് പരുന്ത് ചിന്തിക്കുന്നത്. സഹോദരങ്ങളെ, 1.25 ലക്ഷത്തോളം വരുന്ന പുണ്യ പ്രവാചകന്മാരുടെ സമുദായത്തെ നശിപ്പിച്ചത് ഈ ഒരൊറ്റ കാര്യത്തിന്റെ പേരിലാണ്. അവര് പറഞ്ഞതെന്താണ്? അള്ളാഹുവിനെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, പക്ഷെ ഞങ്ങൾക്കറിയേണ്ടത് നിന്നെയോ അള്ളാഹ്ക്ക് കിട്ടിയുള്ളൂ പ്രവാചകനായിട്ട്. നിനക്ക് എന്തിരിക്കുന്നടാ ആട്ടിടയാ? ഞങ്ങളല്ലേ സമ്പന്നര്, ഞങ്ങളല്ലേ ആരോഗ്യമുള്ളവര്, നിന്നെയോ പടച്ചോന് കിട്ടിയത്. അതുകൊണ്ട് നിന്നെ ഞങ്ങൾ അംഗീകരിക്കൂല. എല്ലാവരും തന്റെ കീഴിൽ വേണമെന്ന് കൊതിച്ചതുകൊണ്ട് ഒരു സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ചിരിക്കുകയാണ്. സഹോദരങ്ങളെ, വീട്ടിലെ മക്കള് ബഹളം വെച്ചപ്പോ വാപ്പ പിടിച്ചൊരടി കൊടുത്തു. അടി കിട്ടിയ പൊന്നുമോനെ കരഞ്ഞപ്പോൾ സങ്കടം വന്നു. മോനെ വിളിച്ചടുത്ത് നിർത്തിയിട്ട് ചോദിക്കുന്നു, പൊന്നുമോനെ, വാപ്പ പറഞ്ഞപ്പോ നീ കേൾക്കാത്തത് എന്താണ്? എത്ര സ്നേഹമാണത് വാപ്പാക്ക്. ഇതുപോലെ തന്നെ അള്ളാഹു ശപിച്ചു വിട്ടു, പോടാ ശൈത്താനെ, ഇന്നൊക്കെ റജീം എന്നും പറഞ്ഞ് ഇറക്കി വിട്ടു. പിന്നീട് ഒരു അവസരത്തിൽ ശൈത്താനെ വിളിച്ചിട്ട് അള്ളാഹു ചോദിച്ചു, മാ മനഅക അല്ലാ തസ്ജുദ ഇദ് അമർതുക, എടാ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞപ്പോ നീ സുജൂദ് ചെയ്യാത്തെന്താ? എത്ര സ്നേഹത്തോടെ അല്ലാഹു ചോദിക്കാൻ. ആ സമയത്ത് ശൈത്താൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ആ സമയത്ത് ശൈത്താൻ പറയുന്നു, അന ഖൈറും മിൻഹു ഖലഖതനി മിൻ നാരിൻ വഖലഖതഹു മിൻ തീൻ, അവനെക്കാളും ഉത്തമനല്ലേ പടച്ചോനെ ഞാൻ? എന്നെ നീ പ്രകാശത്താൽ തീയിൽ പടച്ചു, അവനെ മണ്ണിൽ പടച്ചു. അപ്പൊ എന്നെക്കാളും താഴെയല്ലേ അവൻ? അപ്പോഴും അവന്റെ അഹങ്കാരത്തിന് കുറവില്ല. ഇതാണ് എല്ലാവരും എന്നെക്കാളും താഴെ വരുന്നവരെന്ന ചിന്ത. ഇല്ല പ്രിയപ്പെട്ടവരെ, രക്ഷയില്ല. എല്ലാവരും വന്ന് നല്ല വർത്തമാനം പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. 100 നാക്കാണ് സഹാബത്തിന്. എല്ലാവരും പറയുന്നു, നബിയേ, ഇന്നയാള് നല്ലവനാണ്, അവൻ നല്ല മനുഷ്യനാണ്, നല്ലവനാണ്, ഇത്ര നല്ലവനെ ഞങ്ങൾ കണ്ടിട്ടില്ല. എല്ലാവരും നല്ലത് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഒരവസരത്തിൽ പറഞ്ഞു, എനിക്ക് അവനെ ഒന്ന് കാണിച്ചു തരുമോ? അങ്ങനെ ഒരു ദിവസം റസൂലും സഹാബത്തും മദീന തിരിക്കുമ്പോ ആ മനുഷ്യന് മദീനത്തോട്ട് കടന്നു വരികയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് പറഞ്ഞു, നബിയേ, ഞങ്ങൾ പറഞ്ഞ ആളില്ല, വരുന്നവനാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ അവന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, ഇന്നി അറോ ഫീ വജ്ഹിഹി സുഫഅതൻ മിനശ് ശൈത്താൻ,
അല്ലാഹുവിന്റെ റസൂല പറഞ്ഞത് സഹാബത്തെ, അവനിൽ ഞാൻ പൈശാചികത ദർശിക്കുകയാണ്, അവൻ പിശാചാണ്. ആ സമയത്ത് റസൂലുള്ളാഹിയോട് സഹാബത്ത് ചോദിച്ചു, നബിയേ നിങ്ങൾ എന്തായി പറയുന്നത്? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ അവനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഞാൻ റസൂലാണ്, സത്യമേ പറയാവോ, എല്ലാവരെക്കാളും മുകളിലാണ് നീ എന്ന ചിന്ത നിനക്കില്ലേ? അവൻ പറഞ്ഞു, ഉണ്ട് നബിയേ, എനിക്കങ്ങനെ ചിന്തയുണ്ട്. സഹോദരങ്ങളെ, എല്ലാവരും എന്റെ താഴെയാണ്. ആ ഒരു ചിന്ത നമുക്ക് വന്നാൽ രക്ഷയില്ല. അതുകൊണ്ട് ഇബ്രാഹിം നബി അറുത്ത 4 പക്ഷികളൊന്ന് മയിലാണ്, അതിന് അഹങ്കാരമാണ്, മാറ്റിക്കൊളെ. സഹോദരങ്ങളെ, രണ്ടാമത് കോഴിയാണ്, സ്വഭാവം വികാരമാ, അതും മാറ്റണേ. മൂന്നാമത് കാക്കയാണ്, അപ്യാഗ്രഹമാണ്. നാലാമത് പരുന്താണ്, അഹംഭാവമാണ്. ഈ 4 പക്ഷികളുടെ സ്വഭാവം അറുത്തു മുറിച്ചു മാറ്റിക്കളഞ്ഞ് പച്ചയായ മനുഷ്യനായി ജീവിക്കുക. അല്ലാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് പച്ച മനുഷ്യനായി നടക്കുമ്പോഴാണ് മൃഗീയതയും പൈശാചികതയും പക്ഷികളുടെ സ്വഭാവവും ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറുമ്പോഴാണ് മനുഷ്യനാകാൻ പറ്റുക.